ക്ലോസ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇത് ക്ലോസ് ചെയ്യാൻ ഈ ഭാഗത്ത് അതായത് ഇതൊരു 3 ടൈപ്പ് ഭാഗമാണ് കട്ട് ഓഫ് ഇതിനുള്ളിൽ ഒരു ബോൾ ബാൾ ഉണ്ടാവുക. ബോൾ ബാളിന്റെ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്ത പൊസിഷൻ കഴിഞ്ഞാൽ എയർ ഹോസിന്റെ ഭാഗത്ത് അതിലൊരു ബോൾ ഉണ്ട്. ഇതിനൊരു രണ്ട് സൈഡിലായിട്ട് വാഷുണ്ട്. ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. ആ രണ്ട് വാഷും സീൽഡാണെങ്കിൽ ഇത് ലീക്ക് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും കാരണവശാൽ ആ വാഷ് പോയി കഴിഞ്ഞാൽ ഇതിലൊരു വാൾവ് നിൽക്കുന്ന രണ്ട് വാഷ് പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ ഭാഗത്ത് ലെയർ ലീക്ക് ആയിക്കോളും, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ലെയർ ലീക്ക് ആയിക്കോളും. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ അത് വാഷ് ചേഞ്ച് ചെയ്യാറില്ല. വാഷ് ആദ്യം സപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെ വാഷിനായിട്ട് സപ്ലൈ ഇല്ല. ഇപ്പൊ നമ്മളൊക്കെ ആംഗിൾ പെർഫോമൻസ് മാറ്റി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആൾക്കാരെ പോലെ നമ്മുടെ കറക്റ്റ് പറയുന്നത് കട്ട് ഓഫ് ആംഗിൾ പിന്നെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എഫ് പിയുടെ കണക്ഷൻസ് ആണ്. നമ്മുടെ എഫ് പി ഫസ്റ്റ് തന്നെ നമ്മൾ ഐസൊലേഷൻ വാൽവ് എഫ് പിയുടെ കണക്ഷൻ ഐസൊലേഷൻ വാൽവ്. ഐസൊലേഷൻ വാൽവ് നമ്മൾ ഡി സി എന്ന് ഡെഡ് കാലത്ത്, അതായത് ഈ എയറിലുള്ള പൊടിയോ എന്തെങ്കിലും ഈ ഡെഡ് കാലത്ത് ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്യുന്ന ഡെഡ് കാലത്തിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ ഉണ്ടാവും. പിന്നെ അത് ഡെഡ് കാലത്ത് ചെയ്തിട്ടുണ്ടാവില്ല. അതിനുള്ളിൽ ഒരു പാസേജ് ഒരു സിയറിംഗ് ആക്ഷൻ ഉണ്ടാവും. കറങ്ങിയിട്ടാണ് എയർ പോകും. അപ്പോൾ ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അടിയിൽ വന്ന് നിൽക്കും. അടിയിൽ നിന്ന് തുറന്ന് വെള്ളത്തിന് അംശം തുറന്നെടുക്കാൻ വേണ്ടി അടിയിൽ ഒരു ബോട്ട് വെച്ചിട്ടുണ്ട് 24 സൈസ്. അത് ലൂസാക്കിയിട്ടാണ് നമ്മൾ ഹെവി പാർട്ടിക്കിൾസ് കളയും. ആ ഡെഡ് കാലത്ത് വെച്ചു. ഡെഡ് കാലത്ത് വെച്ച് നേരെ NRV വെച്ചു. ഈ NRV ഈ ഭാഗത്തേക്ക് മാത്രമേ പാസ് ചെയ്യുള്ളൂ, ഇങ്ങോട്ടേക്ക് ചേർത്തില്ല. NRV വെച്ചതിന് ശേഷം ARലേക്ക് NRV വഴി നമ്മൾ എഫ് പിയുടെ പ്രഷർ പ്രഷർ പറയുമ്പോൾ എപ്പോഴും 6 kg/cm². അങ്ങനെയാണ് നിശ്ചിത യൂണിറ്റുകൾ മാത്രമാകുന്നത്. അപ്പോൾ 6 kg/cm². 6 kg/cm² നേരെ വന്നു ഐസൊലേഷൻ ബ്ലോക്ക് വഴി ഡെൽറ്റാക്ട് വഴി NR വഴി AR ചാർജ് ചെയ്യും. ARൽ 6 kg ചാർജ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ചാർജിങ് നടത്തുന്നത്. ബിപിയിലേക്ക് പോകുന്നത് സെയിം തന്നെയാണ്. ആദ്യം ഒരു കണക്ഷൻ വന്നു. പിന്നെ നമ്മളെ ഐസൊലേഷൻ ബോബിന്റെ ഷോർട്ടാണ് കേട്ടോ. ഐസൊലേഷൻ ഈ ഐസൊലേഷൻ ബോബിൽ 2-way. ഈ 2-way ഐസൊലേഷൻ 3-way ഐസൊലേഷൻ വ്യത്യാസമാണ്. അതായത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി, 3 വഴികളുണ്ട്. അതിന്റെ 3 ഇത് 2 വഴികളുണ്ട്. ഇവിടെയും മാത്രം. ഇതൊരു 3-way ആണ് ഞാൻ പറഞ്ഞല്ലോ. 3-way എന്ന് പറയുന്നത് ഇത് ഈ ഭാഗത്തൊരു ഓപ്പണിംഗ് ഉണ്ട്, ഈ ഭാഗത്തൊരു ഓപ്പണിംഗ്, അടിയിലൊരു ഓപ്പണിംഗ്. അതുകൊണ്ടാണ് ഞാൻ ഇത് 3-way ഒരു തരത്തിൽ കട്ട് ഓഫ് ആംഗിൾ നോക്ക് ഒരു 3-way ഐസൊലേഷൻ നോക്കില്ല. ഇത് ഒരു ഐസൊലേഷൻ നോക്ക് വെച്ചു. ഐസൊലേഷൻ നോക്കിൽ നിന്ന് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ DC വെച്ചു. DC നിന്ന് നമ്മൾ ഇങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാവുക. അതായത് ബിപിയുടെ കണക്ഷൻ വരിക, ഐസൊലേഷൻ ബോബിൽ വന്നു, ഡെക്കാൾട്ടിൽ വന്നു, ഡെക്കാൾട്ടിൽ നിന്ന് DB വന്നു, DB വരുന്ന നേരെ AR കണക്ട് ചെയ്തു. ഇതിന്റെ പ്രഷർ 5 kg/cm². ഓക്കെ, അപ്പോൾ ARലുള്ള പ്രഷർ എത്രയായിരിക്കും? 6 kg. FP യിലുള്ള പ്രഷർ ഏറ്റവും കൂടുതൽ പ്രഷർ ആയിരിക്കും. അപ്പോൾ 6 kg ഇതുവഴി ചാർജ് ആകുന്നത് 6 kg ആയിരുന്നു. സോറി, ARലുള്ള പ്രഷർ. ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിളായിട്ട് ഡയഗ്രാം വരുന്നത്. ഇനി നമുക്ക് ഒരു ഗാർഡ് മാനാണ്. ഗാർഡ് മാൻ്റെ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. ഇത് കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതലുണ്ടാകും. ഇതിൽ നിന്ന് ഒരു നേരെ ഒരു ഗേജ് വരും.
ബി പിയുടെ പ്രഷർ കാണാൻ വേണ്ടി ഒരു ഗേജ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എഫ് പിയുടെ പ്രഷർ കാണാൻ വേണ്ടി എഫ് പിയുടെ ഒരു ഗേജ് ഉണ്ടാക്കുക. എഫ് പിയുടെ ഗേജ്, ബി പിയുടെ ഗേജ്. പിന്നെ ഗാർഡുകളിലെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു ഗാർഡ് എമർജൻസി വാൾവ്, ഗാർഡ് എമർജൻസി വാൾവ്, അതെ ബി പി നമുക്ക് ഗാർഡിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു ഗാർഡ് എമർജൻസി വാൾവ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയഗ്രം ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് കോച്ചിനുള്ളിൽ ചെയിൻ പുള്ളിയെ നിൽക്കാൻ വേണ്ടി, വണ്ടി ചെയിൻ പുള്ളിയെ നിൽക്കാൻ വേണ്ടി നമ്മളൊരു PSP PAV സെറ്റ് ചെയ്യണം. ഐസിഎഫില് ഒരു കണക്ഷൻ നോക്കിയോ, BB എന്നൊരു കണക്ഷൻ വന്നു, നേരെ ഒരു ഐസൊലേഷൻ ബ്ലോക്കിലേക്ക് വന്നു. ഐസൊലേഷൻ ബ്ലോക്കിൽ നിന്ന് PAVയിലേക്ക് വന്നു. PAVയിൽ നിന്ന് PESTയിലേക്ക് ഒരു ലൈൻ ഉണ്ടാവും. PAV എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ് എമർജൻസി അലാറം വാൾവ്, PEST എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ് എമർജൻസി അലാറം സിഗ്നൽ ഡിവൈസ്. ഈ PEST PAV എങ്ങനെയാ പറയുന്നത്? ഇവിടുന്ന് BP വന്നു, BP ഐസൊലേഷൻ ബ്ലോക്ക് ത്രൂ ആണെങ്കിൽ PAVയിലേക്ക് വന്നു. PAV രണ്ട് ചേമ്പർ ഉണ്ട്, താഴത്തും മേലത്തെ ഒരു ചേമ്പർ. ഈ മേലത്തെ ചേമ്പർ ഏകദേശം 10 മേലത്തെ ചേമ്പറിൽ നിന്ന് ഒരു ചെറിയ ലൈൻ 10 mm ലൈൻ PESTയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ചില വണ്ടികൾക്ക് രണ്ട് PEST അപ്പുറത്തും ഇപ്പുറത്തേക്ക് PEST നമ്മൾ ചെയിൻ പുള്ളി. ഒരു ചെയിൻ പുള്ളി ഇതാണ് ഫുള്ളാവുന്നത്. ഈ PEST നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, PEST പോകും. അപ്പൊ PESTയിൽ രണ്ട് ഒരു വെന്റിംഗ് ഹോൾ ഉണ്ടാവും. ഈ PAVയുടെ ചെറിയ പ്രഷറിൽ നിന്ന് വളരെ ചെറിയൊരു ലീക്കേജ് ഉണ്ടാവും, ഒരു സെൻസിങ് ലീക്കേജ് ഉണ്ടാവും. നമുക്ക് അറിയാൻ ചെവിയിൽ കേൾക്കാനുള്ള ലീക്ക് ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു ലീക്കേജ്. കൈയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുറത്തിങ്ങനെ കാറ്റ് എടുക്കുന്നത്, അതങ്ങനെ അതിന്റെ ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ ഈ ചെറിയ ലീക്കേജ് സെൻസ് ചെയ്തിട്ട് PAV വലിയ ലീക്കേജ് ആക്കി പുറത്തേക്കിലൂടെ BP കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയിൻ പുള്ളി വന്നത്. ഓക്കെ, ഇതിനെ തുറന്നു. ഈ PST ചെയിൻ പുള്ളി ചെയ്യുമ്പോൾ PST വർക്ക് ചെയ്യും. PST വർക്ക് ചെയ്ത് PAV വലിയ ലീക്കേജ് ആയി മാറും. വലിയ ലീക്കേജ് ആയി മാറി കഴിഞ്ഞാൽ BP തുറന്നുകൊടും. അങ്ങനെ ബ്രേക്ക് ആവും. പിന്നെ ഗാർഡ് ഈ BP ഡയറക്റ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് ആവും. ഇനി എന്താ കാരണം? റണ്ണിംഗ് കോച്ച് കട്ടായി പോയി, റണ്ണിംഗ് ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ BP ഡ്രോപ്പ് ആവും, ബ്രേക്ക് ആവും. ഇതിൽ ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ 5 kg എപ്പോഴാണോ 5 kg കുറവ് BP വരുന്നത് ആ സമയത്താണ് ബ്രേക്ക് കയറുന്നത്. ഇനി അടുത്തത് ഞാൻ ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഒരു ബോഗി മോഡൽ ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ബോഗിയിലാണ് നമ്മുടെ ബ്രേക്ക് സിലിണ്ടർ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ബോഗി മോഡൽ ബ്രേക്ക് സിസ്റ്റം ഞങ്ങൾ വന്ന സ്ഥലത്ത് ബോഡി മോഡൽ ബ്രേക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. കോച്ച് ബോഡിയിൽ ബ്രേക്ക് സിസ്റ്റം ഇപ്പോഴുള്ള ഗുഡ്സിൽ വാഗണിന്റെ അതേപോലെ തന്നെയുള്ള ബ്രേക്ക് സിസ്റ്റം പണ്ട് കോച്ചിലുണ്ടായിരുന്നു. SAV ഒക്കെ വെച്ചിട്ടുള്ള കോച്ച് ബ്രേക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ബോഡി മോഡൽ ബ്രേക്ക് സിസ്റ്റം ഇപ്പം ഇല്ല, ഇപ്പം അത് കുറവായിട്ട് എടുക്കുന്നത്. കോച്ചുകളിൽ നമ്മൾ ബോഗി മോഡൽ ബ്രേക്ക് സിസ്റ്റം മാത്രമേ ഉപയോഗിക്കുന്നു. BMBS ബോഗി മോഡൽ ബ്രേക്ക് സിസ്റ്റം. ഇതാണ് ബ്രേക്ക് സിലിണ്ടർ. 4 ബ്രേക്ക് സിലിണ്ടർ, ഒരു ബോഗിയിൽ 2 ബ്രേക്ക് സിലിണ്ടർ, അടുത്ത ബോഗിയിൽ അടുത്ത 2 ബ്രേക്ക് സിലിണ്ടർ. ഇവിടെ 2 ഭാഗത്തേക്കും ഒരു ഐസൊലേഷൻ. ഇത് രണ്ടും 3 വേ ആയിരിക്കും.
എപ്പോഴെങ്കിലും നമുക്ക് ഈ ബി പി 5 kg നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു, ഒന്നിലെ ഗാർഡ് ഡ്രോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയിൻകുള്ളിൽ ഡ്രോപ്പ് ചെയ്യുന്നു, ഡ്രൈവർ ഡ്രോപ്പ് ചെയ്യുന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡി വി എന്ത് ചെയ്യുന്നു? ഡി വി അത് സെൻസ് ചെയ്യും. അതായത് ഈ ബി പി ഇവിടെ 5 kg പ്രഷർ ഇല്ല എന്ന് ഡി വി സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ആർ നേരെ എടുത്തിട്ട് ബ്രേക്സിനുള്ളിൽ ഇങ്ങനെയാണ് ബ്രേക്കുന്നത്. അതായത് എ ആറിന്റെ പ്രഷർ ബ്രേക്ക് ചെയ്യുന്നു, എ ആർ നേരെ ബ്രേക്സിനുള്ളിൽ കണക്ട് ചെയ്ത് കൊടുക്കും, ബ്രേക്സിനോട് ആയി. ഇനി വീണ്ടും ഇത് 5 kg ആയിരുന്നെങ്കിൽ ഡി വി ഇവിടെ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷൻ ഒഴിവാക്കിയിട്ട് ഈ കണക്ഷൻ നേരെ ഇവിടെ ഒരു എക്സോസ്റ്റ് പോകുന്നു, ഡി വിയിൽ ഒരു എക്സോസ്റ്റ് കൊടുക്കണം, ആ എക്സോസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് ബി പിയിലുള്ള പ്രഷർ 5 kg കുറയുമ്പോൾ അതിനാനുപാതികമായിട്ടുള്ള പ്രഷർ ബ്രേക്ക് സിസ്റ്റം 5 kg കുറച്ച് മാക്സിമം എത്ര കുറച്ച് കഴിഞ്ഞാലും ബ്രേക്സ് ICF കോച്ചിന്റെ ബ്രേക്സിലുള്ള ആക്ട് ചെയ്യുന്ന മാക്സിമം പ്രഷർ 3.8 kg. അതിൽ കൂടുതൽ നമുക്ക് കൊണ്ടുവരാം. അത് അങ്ങനെയാണ് നമ്മുടെ ഡി വി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, LHB കോച്ചിന്റെ മാക്സിമം ബ്രേക്സിലുള്ള പ്രഷർ 3. പക്ഷേ LHB കോച്ചിന്റെ ഡബിൾ ഡക്കർ കോച്ചിന് 3.8 ആണ്. LHB കോച്ചിന്റെ ഡബിൾ ഡക്കർ കോച്ചിന് 3.8 ആണ് മാക്സിമം പ്രഷർ. അപ്പോൾ ഈ 5 kg നമ്മൾ ഡ്രോപ്പ് ചെയ്ത് നോക്കിയാൽ ഈ ഡ്രോപ്പിങ്ങിന് വേണ്ടി നമ്മുടെ ആള് വെച്ചിട്ട് ഡ്രൈവർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഉപയോഗിക്കുന്ന റെയിൽ ചില സ്ഥലത്ത് കാണിലാണ്, ചില സ്ഥലത്ത് കൊങ്ങിലാണ്, എന്താ പറയാ ഒരൊറ്റ സമുദായത്തിലുള്ള സംഭവമല്ല. അപ്പോൾ നമ്മൾ ഡ്രൈവറെ ഹാൻഡിലിങ്ങിന് വേണ്ടി, അതായത് മെല്ലെ ഒരു ഇറക്കം വരികയാണെങ്കിൽ കുറച്ച് ഫോഴ്സ് മാത്രം കൊടുത്ത് ബ്രേക്സിൽ ലോക്ക് ചെയ്ത് കൊടുക്കും. അതിനാണ് നമ്മൾ ഗ്രാജുവേറ്റഡ് അപ്ലിക്കേഷൻ പറയുന്നത്. അതായത് നമ്മൾ ആവശ്യാനുസരണം ബ്രേക്സിലുള്ള പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആവശ്യാനുസരണം ബ്രേക്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എക്സോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ആവശ്യാനുസരണം ഈ ബ്രേക്സിലുള്ള പ്രഷർ നമുക്ക് ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. അത് അങ്ങനെ ചെയ്യുന്നത് ഈ ഡി വി ആണ്. അതാണ് ഗ്രാജുവേറ്റഡ് അപ്ലിക്കേഷൻ, ഗ്രാജുവേറ്റഡ് റിലീസ് ആണ്. ആ ബ്രേക്ക് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഇതിലിപ്പോ മിനിമം റിഡക്ഷൻ നമുക്ക് പറയുന്നുണ്ട്. അത് 5 kg 0.5 മുതൽ 0.8 വരെ എടുക്കുകയാണെങ്കിൽ മിനിമം റിഡക്ഷൻ ആണ്. ഡ്രൈവറാണ് ചെയ്യുന്നത്. ഡ്രൈവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ബി പിയിൽ നമുക്ക് ഡ്രൈവർ എന്താക്കുന്നത് A9 വാൾവ് എന്നാണ് ലോക്ക്. ഈ A9 വാൾവ് വെച്ചിട്ടാണ് ഈ ബി പി ഡ്രൈവർ ഡ്രോപ്പ് ചെയ്യുന്നത്. ഈ A9 വാൾവില് ഓരോ സ്റ്റെപ്പുകളുണ്ട്. A9 വാൾവ് കണ്ടില്ലേ? റിഗിന്റെ മോഡൽ നമുക്ക് ടെസ്റ്റ് റിഗില്ല, അതിന്റെ മോഡൽ തന്നെയാണ്. പല സ്റ്റെപ്പുകളുണ്ട്. എമർജൻസി അടിക്കാൻ സ്റ്റെപ്പ് എടുത്ത് അങ്ങനെ കുറെ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് 0.5 മുതൽ 0.5 to 0.8 ഇതിന് മിനിമം റിഡക്ഷൻ. മിനിമം റിഡക്ഷൻ 0.5 to 0.8. നമ്മൾ എത്രയാണോ റിഡക്ഷൻ നടത്തുന്നത് അതിന്റെ 2.5 ടൈംസ് പിന്നെ അധികമായിരിക്കും ബ്രേക്സിലേക്ക് പോകുന്നത്. അതായത് 5ന്ന് 0.5 കുറച്ച് കഴിഞ്ഞാൽ 0.5 into 2.5 1.25 ആയിരിക്കും ബ്രേക്സിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. 2 kg കൊടുക്കുകയാണെങ്കിൽ കുറച്ച് എത്രയാണോ അത് into 2.5 അങ്ങനെയാണ് ബ്രേക്സ്. എത്ര കുറച്ച് കഴിഞ്ഞാലും ഇതിൽ മാക്സിമം പ്രഷർ നമുക്ക് അനുഭവപ്പെടുന്ന പ്രഷർ ബ്രേക്സിൽ പ്രഷർ 3.8. അതിൽ കൂടുതൽ ഡി വി ചെയ്യില്ല. അതിൽ നമുക്ക് ഇതിൽ ഡി വിയുടെ ഉള്ളിൽ തന്നെ ഒരു മാക്സിമം പ്രഷർ ലിമിറ്റർ എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. ഡി വി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ വാൾവ് എന്ന് പറയുന്നത് കുറേ വാൾവുകളുടെ കൂട്ടമാണ്. നമ്മളിവിടെ 5 kg ഉണ്ടാവുമ്പോൾ ഇതിനെ ബ്രേക്ക് എക്സോസ്റ്റ് സ്റ്റേജ് കണക്ട് ചെയ്യുന്നു. 5 kg ഡ്രോപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഇതിന് ഈ AR ബ്രേക്സ് ബ്രേക്ക് കണക്ട് ചെയ്യുന്നു. ഇതൊക്കെ കുറേ വാൾവുകളുടെ ഒരു കൂട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഡി വിയിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ വാൾവുകളുടെ ഒരു കൂട്ടാണ്. ഈ ഡി വിയിലുള്ള എല്ലാ വാൾവിന്റെ ഈ അസംബ്ലിയും കറക്റ്റ് വർക്ക് ചെയ്യുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരേ ഒരു ടെസ്റ്റാണ് സിംഗിൾ കാർ ടെസ്റ്റാണ്. സിംഗിൾ കാർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോച്ച് അതിന്റെ ഡി വി കറക്റ്റ് വർക്കിംഗ് ആവും. ഇപ്പൊ അമേരിക്കുന്നതൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യണം. അതായത് 0.5 കുറയ്ക്കുമ്പോൾ 1.25 ആകുമ്പോൾ നമ്മള് റിലീസ് ചെയ്യുമ്പോൾ അതിനെ സ്റ്റെപ്പായി കുറയണം. പിന്നെ എമർജൻസി അടിക്കുമ്പോൾ 3.8 ഇതിലേക്ക് വരണം. അങ്ങനെയൊക്കെ പിന്നെ ഓരോ ആപ്ലിക്കേഷൻ ടൈമിൽ ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സിംഗിൾ കാർ ടെസ്റ്റിൽ. സിംഗിൾ കാർ ടെസ്റ്റിൽ ഏകദേശം 14 ടെസ്റ്റുകളുണ്ട്. 14 ടെസ്റ്റുകൾ സിംഗിൾ കാർ ടെസ്റ്റ്. അതില് ഇനിയിപ്പോ നമ്മളിപ്പോ 22 കോച്ച് അത് വിചാരിക്കും. നമ്മൾ എങ്ങനെ നമ്മൾ ഇത് പിന്നെ
മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ ഈ ചെറിയ ലീക്കേജിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ആവാൻ പാടില്ല. ഒരു നിശ്ചിത ലീക്കേജിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ആവുന്നു. അതിനുവേണ്ടി നമ്മൾ സെൻസിറ്റിവിറ്റി റേഞ്ച് സെൻസിറ്റിവിറ്റി റേഞ്ച് എന്ന് പറഞ്ഞാൽ പോയിന്റ് 6 അതിൽ അപ്ലൈ ആവും. അടുത്തത് .360 സെക്കൻഡ് ഒരു മിനിറ്റിൽ ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ ടി വി സെൻസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം എന്തായാലും ഈ പാമന്റിലൊക്കെ ചെറിയ ലീക്കേജ് എവിടെയെങ്കിലൊക്കെ വരും 22 കോടി. അപ്പോൾ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ഇതൊക്കെ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ സിംഗിൾ കാർ ടെസ്റ്റ് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു. ഈ ടി വിയുടെ വാൾവുകളൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ കാർ ടെസ്റ്റ് നടത്തുന്നത്. നമ്മൾ സിംഗിൾ കാർ ടെസ്റ്റ് നടത്തുക നിങ്ങൾക്ക് കൈവച്ച് കഴിഞ്ഞാൽ സിംഗിൾ കാർ ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സിംഗിൾ കാർ ടെസ്റ്റ് നടത്തും എപ്പോഴാണ് ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് പെയിന്റിങ് എവിടെയെങ്കിലും എൻറോഡിലോട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് EV ഡിഫക്റ്റ് ആണ് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സിംഗിൾ കാർ ടെസ്റ്റ് നടത്താറുണ്ട്. സിംഗിൾ ലൈൻ പേര് നടത്താറുണ്ട്. അപ്പോൾ ഇതിലുള്ള നമുക്ക് ഓരോന്നായിട്ട് പോവാം. ആദ്യം FP യുടെ പൈപ്പ് ലൈൻ ഉണ്ട്, അത് നേരെ അതൊന്നും ചിലപ്പോൾ ഒരു പ്രശ്നമില്ല. ഇതിന് നമ്മൾ ICF ഉപയോഗിക്കുന്നത് 25 mm ആണ്. ഇതിന്റെ ഡയഗ്രം 25 mm. ഈ ബ്രാഞ്ച് പൈപ്പ് ഒക്കെ ഇത് 10 mm ആണ്. മറ്റത് 18 mm ആണ്. അതായത് ബ്രാഞ്ച് പൈപ്പ് ഒക്കെ 20 ആണ്. ഇനി ഒരു പൈപ്പ്, അതായത് ഈ ബ്രേക്സിലോട്ട് ഇത് ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്ന പൈപ്പാണ് അല്ലേ, ഇത് 15 mm ആണ്. ഓക്കെ, ഈ ബോഗിയുടെ മുകളിലുള്ള പൈപ്പിന് 15 mm, മറ്റത് 20 ആണ് ബ്രാഞ്ച് പൈപ്പ്, ഇത് 25 ആണ്. ഈ NRV ഇല്ലേ, ഈ NRV എന്ന് വെച്ചിരിക്കുന്നത് NRV ശരിക്കും NRV എന്ന് മാത്രം പറഞ്ഞാൽ NRV വിത്ത് ചോക്കാണ്. ചോക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഭാഗം കൊണ്ട് വരുന്നതാണ് നമ്മൾ ചെറിയൊരു റെസ്ട്രിക്റ്റ് പാസേജിലൂടെ അങ്ങോട്ട് കടത്തി വെക്കും. ഇതിനുള്ളിൽ അങ്ങനെ NRV വിത്ത് ചോക്കാണ്. കാരണം നമ്മളിപ്പോൾ ലോക്കലിന്റെ ഇതിൽ 1500 ലിറ്റർ ഉണ്ടെന്നിരിക്കും. അപ്പോൾ ഇതിന്റെ AR കപ്പാസിറ്റി എത്രയാണ്? 200 ലിറ്റർ ആണ് ഒരു AR കപ്പാസിറ്റി. നമ്മൾ ഈ ചോക്ക് NRV വിത്ത് ചോക്കില്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആദ്യം 200 ലിറ്റർ ഇതിലേക്ക് കയറും, വീണ്ടും അടുത്ത 200 ലിറ്റർ കയറും. ചോക്കില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്, NRVനുള്ളിൽ ചോക്കില്ലെങ്കിൽ. അപ്പോൾ നമ്മളെ ലോക്കൽ നമ്മൾ സ്റ്റോറേജ് വെച്ചിരിക്കുന്ന ടാങ്ക് പെട്ടെന്ന് ഒരു റിഡക്ഷൻ വരും. ആ ലോക്കൽ ഒരുപാട് സിസ്റ്റം, അതായത് ലോക്കൽ പെട്ടെന്ന് റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ലോക്കൽ റേസ് ഇതിന് നോച്ച് മാറ്റാൻ പറ്റില്ല, റേസിംഗിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അതിനു വേണ്ടിയാണ്, അതായത് ഈക്വലായിട്ട് ഓരോ AR ചാർജ് ചെയ്യണം നമുക്ക്, എന്നാൽ ആ ഏരിയയിൽ നേർന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. അതിനു വേണ്ടിയാണ് NRV ചോദിച്ചത്. അത് റെസ്ട്രിക്റ്റഡ് പാസേജിലൂടെയാണ് എയർ ലൈൻ. ഇനി ഞാൻ വേറെ ലൈൻ ചോദിക്കട്ടെ, AR എന്ന് വെച്ചിരിക്കുന്നത് ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞല്ലോ DV ഇവിടെ DVക്ക് 5 kg കുറവ് വന്നു കഴിഞ്ഞാൽ ബ്രേസിൽ റേറ്റ് കണക്ട് ചെയ്യുന്നു. ഈ AR അങ്ങോട്ട് എടുത്തു കളഞ്ഞിട്ട് ഇങ്ങനെ ലൈൻ കൊടുത്താൽ പ്രശ്നം. കണ്ടിന്യൂസ് ബ്രേക്ക് ആപ്ലിക്കേഷൻ കണ്ടിന്യൂസ് അതാണ് ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കില്ല. FP ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കില്ല. FP വന്നു, NRV വന്നു, നേരെ DVയിലേക്ക് വന്നു, ബ്രേക്ക് അപ്ലൈ ഇവിടെ നേരെ കൊണ്ടുവന്നു, പ്രശ്നം. AR നമ്മളിപ്പോ എത്ര പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഇപ്പോഴും അപ്ലൈ ആവില്ലേ? ഇങ്ങനെ കൊടുത്തതിനാൽ ബ്രേക്ക് അപ്ലൈ ആവില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ മാറി മാറി ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ FP കണ്ടിന്യൂസ് ചാർജ് ആയിക്കൊണ്ടിരുന്നല്ലേ ലോക്കോക്ക് 6 kg മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്കോ ഉള്ള സമയത്തെല്ലാം FP പിന്നെ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത് 6 kg മെയിൻറ്റെയിൻ ചെയ്തിട്ട് 5 kg നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ 6 kg ഇവിടെ നടന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടുവരും ഈ അപ്ലിക്കേഷൻ. പിന്നെ AR സ്റ്റോർ ചെയ്ത് 200 ലിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചില്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യില്ല.
അതില്ലാന്നുണ്ടെങ്കിലോ എഫ് ഇല്ലാത്ത കേസിൽ എഫ് ഇല്ല സിംഗിൾ പൈപ്പ് ആണെങ്കിലോ സിംഗിൾ പൈപ്പ് ആണെങ്കിൽ അപ്പൊ നമ്മൾ സിംഗിൾ പൈപ്പ് നമുക്ക് പറയാം. നമ്മളിപ്പോ ഞാൻ ഡ്യുവൽ പൈപ്പ് അല്ല പറയാം. ഡ്യുവൽ പൈപ്പിൽ എയർ ഇല്ലെങ്കിൽ പ്രശ്നം നമുക്ക് ഓരോരോ ആപ്ലിക്കേഷൻ റിലീസാണ് ടൈം അപ്ലിക്കേഷൻ എങ്ങനെ കൂടാം? ഇപ്പൊ നമ്മുടെ അപ്ലിക്കേഷൻ ടൈം കോച്ചിന് 3 to 5 സെക്കൻഡ് നമ്മൾ അപ്ലൈ ചെയ്ത് 3 മുതൽ 5 സെക്കൻഡിനുള്ളിൽ എല്ലാം പ്രഷർ കയറി അപ്ലൈ റിലീസ് കോച്ചിന്റെ റിലീസിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 15 മുതൽ 18 സെക്കൻഡ് അതിനുള്ളിൽ നമുക്ക് തന്നെ റിലീസ് ആവും. അപ്പോ ഗുഡ്സിന്റെ അപ്ലിക്കേഷൻ ടൈം 18 മുതൽ 30 സെക്കൻഡ്, മറ്റേ 40 മുതൽ 60 സെക്കൻഡ് ആണ് അതിന്റെ റിലീസ് ചെയ്യുന്നത്. ഞാൻ എന്റെ ചോദ്യം അല്ല, ഈ AR ഇല്ലെങ്കിലും ഈ പറയുന്ന പരിപാടിയൊക്കെ നടക്കില്ലേ? ചിന്തിച്ചോട്ടില്ല. AR എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിലും നമുക്ക് ഈ ബ്രേക്ക് സിസ്റ്റം കറക്റ്റ് വർക്ക് ചെയ്യില്ലേ? ARന്റെ ആവശ്യമില്ല. 6 kg നമ്മളെ സ്റ്റോറേജ് ഇവിടെ 6 kg ആക്ട് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിനടുത്ത് കണക്ട് ചെയ്തുള്ളൂ. റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബ്രേക്സ് നേരെ എടുത്തിട്ട് എക്സോസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ നടക്കും. AR ഇല്ലെങ്കിലും ഈ സംഭവം വർക്ക് ചെയ്യും. ബ്രേക്ക് സിസ്റ്റം കറക്റ്റ് വർക്ക് ചെയ്യും. നമ്മൾ വേണമെങ്കിൽ AR പൈപ്പ് ഡയറക്റ്റ് ചെയ്ത് നോക്ക്. ഇവിടുന്ന് AR ബൈപ്പാസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. പക്ഷെ എന്താ പ്രശ്നം പറഞ്ഞാല് നമ്മൾ സ്റ്റേബിൾ ആക്കി വെച്ച് നമ്മൾ ലോക്കോ കട്ട് ചെയ്തു. ലോക്കോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് നിൽക്കട്ടെ വണ്ടി. ലോക്കോ കട്ട് ചെയ്യല്ലോ നമ്മള്. ലോക്കോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള സോഴ്സ് പോയി. 6 kg നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി ലോക്കായി ബ്രേക്കായി നിൽക്കട്ടെ. ബ്രേക്കായി നിൽക്കാൻ വേണ്ടി സ്റ്റേബിളായി നിൽക്കുന്ന സമയങ്ങളിൽ വണ്ടി ലോക്കോ ബ്രേക്കായി നിൽക്കുന്നത് ഈ AR-ലുള്ള പ്രശ്നമാണ്. ഈ 6 kg നമ്മളിപ്പോ ഇവിടുന്ന് ലോക്കോ ഇതങ്ങോട്ട് പോയി, BP അങ്ങോട്ട് പോയി, FP അങ്ങോട്ട് പോയി. അപ്പൊ തന്നെ AR-ന് ഏകദേശം 200 ലിറ്റർ ഉണ്ടാവും. ഏകദേശം ഒരു ബൈസിൽ 12 ലിറ്റർ പോകുള്ളൂ. ഒരു ആപ്ലിക്കേഷൻ 12 24 48 ലിറ്റർ പോകുള്ളൂ. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ നടക്കാനുള്ള ഇതിലേക്ക് ബാക്കി ഉണ്ടാകും. ഒരു ലോക്കോ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു കണ്ണൂർ പോലുള്ള സ്റ്റേഷനിലൊക്കെ രാവിലെ ഒരു കോച്ച് പറഞ്ഞു നമുക്ക് എത്ര സമയം ബ്രേക്ക് ചെയ്ത് നമ്മളിപ്പോ കട്ട് ചെയ്ത് വെച്ചു എത്ര സമയം ഇങ്ങനെ നിർത്താൻ പറ്റും? നമ്മളിപ്പോ ബ്രേക്സിൽ ഇവിടെ ഒരു ചെറിയ ലീക്കേജ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായി റിലീസ് ആയി പോകില്ല. കാരണം ഇതിന് നേരെ പ്രഷർ അന്തരീക്ഷത്തിലേക്ക് പോകും. ഏകദേശം അരമണിക്കൂർ നേരം വരെ നമ്മുടെ ബ്രേക്ക് സിസ്റ്റം ലോക്കായി നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ലോക്കോ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ കോച്ചുകളും അരമണിക്കൂർ വരെ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ടൈം വണ്ടി നിർത്തിയെടുക്കുമ്പോൾ നമ്മൾ ചെയിൻ ഉപയോഗിച്ചിട്ട് ഗാർഡ് വേണ്ട റെയിലും തമ്മിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യാനിട്ടല്ല. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ നേരത്തിന് ശേഷം നമ്മൾ സ്റ്റേബിൾ ചെയ്ത് രാവിലെ വന്ന വണ്ടി ചിലപ്പോൾ വൈകുന്നേരം പോകും. അപ്പോൾ ഉരുട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ സ്റ്റേബിൾ ചെയ്യുന്നത്. അതായത് ചെയിൻ ഉപയോഗിച്ച് മുന്നിലും ബാക്കിലും ഗാർഡ് റെയിലുമായിട്ട് കണ്ടില്ലേ, ആക്സിലിനുള്ളിലും കൂടെ ചെയിൻ എടുത്ത് 2 സ്റ്റെപ്പ് ലോക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് അരമണിക്കൂർ നേരെ നമുക്ക് നമ്മൾ പ്രൊസീജിയർ പറയാൻ അരമണിക്കൂർ നേരെ നമുക്ക് വണ്ടി ബ്രേക്ക് ആയി നിൽക്കാനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല ലീക്കേജ് ഒന്നും രാവിലെ അപ്ലൈ ആയ ബ്രേക്ക് വൈകുന്നേരം വരെ അപ്ലിക്കേഷൻ തന്നെ ഉണ്ടാവും. ഇതായി പോകുന്നില്ല. പക്ഷെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും റോളായി പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളെ ചെയ്യുന്നത് നോക്കി. ഈ ബ്രേക്ക് സിലിണ്ടറിലേക്കുള്ള പൈപ്പ് കട്ടായി കഴിഞ്ഞാൽ എയർ ടാങ്ക് കാര്യം ബ്രേക്ക് സിലിണ്ടറിലേക്കുള്ള ഇവിടെ കട്ടായി അപ്ലിക്കേഷൻ പൊസിഷനിലാണ് വണ്ടി ഉള്ളതെങ്കിൽ അപ്ലിക്കേഷൻ പൊസിഷനിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല ഉണ്ടാവും. അതായത് ഇങ്ങനെയല്ല ഉണ്ടാവുക. നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ തുറന്നു വിട്ട് കഴിഞ്ഞാല് ഇവിടെയാണ് തുറന്നത്. ഇവിടെ അടക്കുമ്പോൾ ഈ ഭാഗത്തുള്ള എയറാണ് നമ്മൾ വേണ്ടാവുക. ഈ ഭാഗത്തുള്ള എയറാണ് ഐസൊലേഷൻ പോക്ക്. നമ്മൾ ഈ ഐസൊലേഷൻ പോക്ക് ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് ഭാഗത്തുള്ള എയറാണ് അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ഒരിക്കലും ഈ ഭാഗത്തുള്ളത് പോകില്ല. ഇത് അടക്കുമ്പോൾ ഈ ഭാഗത്തുള്ളതാണ് പോകാം. അല്ല, ഞാൻ ചോദിച്ചത് എപ്പോഴാണ് കട്ടാവുന്നതെങ്കിൽ ഇപ്പുറത്തുള്ള അപ്ലിക്കേഷനിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഭാഗത്താണ് കട്ടാവുന്നതെങ്കിൽ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത് AR കാര്യമാണ്. നമ്മൾ വണ്ടി അപ്ലിക്കേഷനിൽ നിർത്തിയിരിക്കാം. വണ്ടി 6 kg പോകുന്നുണ്ട്.
നമ്മൾ അപ്ലിക്കേഷൻ നിർത്തി വണ്ടി അപ്ലിക്കേഷൻ നിർത്തി കഴിഞ്ഞാൽ ഇതിലുള്ള 6 kg നേരെ വന്ന് ഇവിടെ വന്ന് ഇതുമായിട്ട് കണക്ട് ആയി നേരെ ബ്രേസിലേക്ക് പോയി. ഈ ഇവിടെ ഇവിടെ കട്ടായില്ല. അതല്ല, ആ 6 kg ആണല്ലോ എയറിലുള്ളത്. ആ ഡിവിന്ന് പുറത്ത് കിടക്കുന്ന സമയത്ത് എത്ര kg ആയിട്ടാണ് പോകുന്നത്? അതാണ് പറഞ്ഞത്. നമ്മളെ ഡ്രോപ്പിംഗ് ഇത് സെൻസ് ചെയ്ത് കൊടുക്കും. ഇവിടുന്ന് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല 0.5 to 0.8 മിനിമം റിഡക്ഷൻ. അപ്പൊ നമുക്ക് അതിന് ആനുപാതികമായിട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. 1.25 കൊടുക്കും, 0.5 കുറച്ച് കഴിഞ്ഞാൽ 2.5 ടൈംസ് അധികം കൊടുക്കും. നമ്മൾ മാക്സിമം അടുത്തത് 0.8 കഴിഞ്ഞു 0.8 to 1 kg. ഇതിന് നമ്മൾ പറയാം സർവീസ് അപ്ലിക്കേഷൻ. സർവീസ് അപ്ലിക്കേഷൻ 0.8 മുതൽ 1 kg വരെ വർക്ക് ചെയ്യുന്നത് സർവീസ് അപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ 1 മുതൽ 1 kg മുതൽ 1 to 1.5 ഫുൾ സർവീസ് അപ്ലിക്കേഷൻ പറയും. ഫുൾ സർവീസ് അപ്ലിക്കേഷൻ എബോവ് 1.5 എമർജൻസി അപ്ലിക്കേഷൻ. അതായത് നമ്മൾ എബോവ് 1.5 അടിക്കുമ്പോൾ പ്രഷർ ഐസിയിൽ മാക്സിമം പ്രഷർ ആയിരിക്കും 3.8 അതായത് എമർജൻസി അപ്ലിക്കേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. ഡ്രൈവറുടെ മാക്സിമം നമ്മൾ ഈ എബോവ് 1.5 എന്ന് പറയുമ്പോൾ എത്ര വരെ ആവാം? ഇത് 0ലേക്ക് ആക്കി കഴിഞ്ഞാലും 3.8 പോകും. അത് 5 kg മുഴുവൻ ഡ്രോപ്പ് ചെയ്തു 0 പ്രഷറിലേക്ക് പോകുന്നത്. ഇതിന് ഞാൻ പറഞ്ഞു ഇതിനുള്ളിൽ നമ്മൾ മാക്സിമം പ്രഷർ ലിമിറ്റർ എന്ന് പറഞ്ഞിട്ട് DV സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം എടുക്കാം ക്ലാസ്. അതായത് അത് ഇതിൽ മാക്സിമം പ്രഷർ ലിമിറ്റർ നമുക്ക് റേസറിലേക്ക് പോകുന്നത് മാക്സിമം പ്രഷർ ലിമിറ്റർ വഴിയാണ്. അപ്പോൾ ഇതിലേക്ക് മാക്സിമം പ്രഷർ ലിമിറ്റർ ഇതിലേക്ക് കൊടുക്കുന്ന പ്രഷർ 3.8 kg/s. ഇവിടെ എമർജൻസി റേറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 1.5 എബോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കുറച്ച് 0ലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും ഇതിലേക്ക് ആക്ട് ചെയ്ത പ്രഷർ 3.8. അതായത് ഈ ICHന്റെ പരിപാടി എങ്ങനെയല്ല, നമ്മൾ സ്കോർ കൊണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയെ നമ്മൾ എന്താ പിടിക്കും, എപ്പോഴും ബ്രേക്സിനോട്ട് പോയി അപ്ലൈ ചെയ്ത് പിടിക്കും. പക്ഷെ അതിന്റെ ഫോഴ്സാണ് നമ്മൾ വ്യത്യാസപ്പെടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ 1.25 കൊടുക്കുമ്പോൾ ബ്രേക്ക് ബ്ലോക്കും വീലും തമ്മിലുള്ള ഫോഴ്സ് കുറവായിരിക്കും. ഇതിലേക്ക് 1.25 ഉണ്ടാവും. ഇതിലേക്ക് 2 kg കയറും കുറച്ചുകൂടി കൂടും. അങ്ങനെ നമ്മൾ ഒരു എമർജൻസി അടിക്കുകയാണെങ്കിൽ വണ്ടി ശരിക്കും സ്റ്റോപ്പ് ആവുന്ന രീതിയിലുള്ള അപ്ലിക്കേഷൻ വരും. അങ്ങനെയാണ് ബ്രേക്ക് സിലിണ്ടറിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷറിന് ഈ കംപ്രസറിന്റെ പ്രഷർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതിന്റെ ഫോഴ്സ് കൂടുതൽ കുറവ് ചെയ്യുന്നത്. എത്ര കുറച്ച് കഴിഞ്ഞാലും ഈ BP നമ്മൾ 0ലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് ബ്രേക്ക് സിലിണ്ടർ ആക്ട് ചെയ്യുന്ന പ്രഷർ മാക്സിമം പ്രഷർ 3.8 മാക്സിമം പ്രഷർ ലിമിറ്റർ എന്ന് ഒരു വാൾവാണ് DV കൊടുക്കുന്ന പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ അപ്ലിക്കേഷൻ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ആയി നമ്മൾ എന്തായി ഒരു ബ്രേക്ക് സിലിണ്ടറിൽ ലീക്ക് ഉണ്ടെന്ന് ഈ ബ്രേക്ക് സിലിണ്ടർ ഇവിടെ എയർ ലീക്ക് ആയി കൊടുക്കുന്നത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോയി വണ്ടി ലോക്കോ കട്ട് ചെയ്ത് നിർത്തിയിട്ട് പോയില്ല. ഈ എയർ നേരെ കണക്ട് ആയി ഈ ബ്രേക്ക് സിലിണ്ടറോട് പുറത്തേക്ക് പോയി. കുറച്ച് സമയം കഴിയുമ്പോൾ 6 kg/s ഈ 200 ലിറ്റർ പോയി കഴിഞ്ഞാൽ ഇത് കാലിയായിട്ടുണ്ടാവും. ഈ ബ്രേക്ക് സിലിണ്ടറിലുള്ള പ്രഷർ മുഴുവൻ പോകും, വണ്ടി റിലീസ് ആയി പോകും. ഓക്കെ അല്ല? അതായത് നമ്മള് ഇനിയിപ്പോ അപ്ലിക്കേഷൻ പൊസിഷനിൽ വെച്ചു നമ്മൾ എയർ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് സിലിണ്ടർ റിലീസ് ആയി ഈ എയർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് സിലിണ്ടർ റിലീസ് ആയി. ഡൗട്ട് ഉണ്ടെങ്കിൽ NRV ഇത് ചോക്ക് വെച്ചിരിക്കുന്നത് ഈക്വലായി ചാർജ് ചെയ്യാനാണ്. എല്ലാ റെസ്ട്രിക്റ്റഡ് പാസേജുകളുടെ ചാർജ് ആകുമ്പോൾ നമുക്ക് ലോക്കോയുടെ MRV വലിയൊരു റിഡക്ഷൻ ഉണ്ടാവില്ല, എല്ലാം ഈക്വലായി ചാർജ് ആവും. അപ്പോൾ അതിനു വേണ്ടിയാണ് NRV. ഇതിൽ എന്താണ് ഇതിലാണ് ഇവിടെ ഇങ്ങോട്ടേ കയറുന്ന ഈ ലൈനിലേക്ക് കൊടുക്കില്ല. ഈ NRV ലീക്ക് വന്നു വിചാരിക്കാം. ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല, എയർ ലീക്ക് ആയി പോയി കഴിഞ്ഞാൽ ബ്രേക്ക് സിലിണ്ടർ പ്രഷർ പോകും. ഈ NRV ലീക്കായി നമ്മൾ കോച്ച് കട്ട് ചെയ്തിട്ട് പോയി. ഈ NRV ഡിഫക്റ്റ് ആണെങ്കിലും ഈ ബ്രേക്ക് സിലിണ്ടർ റിലീസ് ആയിരിക്കും. ക്ലിയറല്ല? ഈ NRV ഇതായി ഈ എയർ നേരെ ഇങ്ങനെ വന്നു ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ഓപ്പൺ ആകുന്ന നിൽക്കുന്നതെങ്കിൽ നേരെ എയർ ഈ FP വഴി പുറത്തേക്ക് പോയി നമ്മൾ എന്താവുന്നതാണ് റിലീസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നത്, കോച്ച് ബൈപ്പാസ് ചെയ്യുന്നത്. ബൈപ്പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോച്ചിന്റെ ഭാഗത്ത് മീൻസ് ലോക്കോയുടെ അടുത്തുള്ള FP കൂടി നമ്മൾ അടച്ചു.
മനസ്സിലായോ? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും NRV ചിലപ്പോൾ ലീഗ് ഉണ്ടാവാം. അപ്പൊ NRV ഏത് നമുക്ക് പറയാൻ പറ്റില്ല, 21 പ്രോജക്ട് ഏതെങ്കിലും NRV ലീഗ് ഉണ്ട്, നമ്മൾ ആ സിസ്റ്റം കറക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി അത് ബിൽഡപ്പ് ആണ്, ബിൽഡപ്പ് ആണ് നമ്മൾ അത് അതിന്റെ കോച്ചിന്റെ ഓപ്പോസിറ്റുള്ള ഇതുകൂടി നമ്മൾ അടച്ചു വെക്കാറുണ്ട്. ബൈപ്പാസിംഗ് ഇങ്ങനെയാണ് ICFന്റെ ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണെങ്കിലും ഗാർഡ് പിന്നെ ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിലും BPനെ തുറന്നിടണം, നമ്മൾ ചേഞ്ചുള്ള ചെയ്യുമ്പോഴും BPനെ തുറന്നിടണം, ഡ്രൈവർ ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിലും BPനെ തുറന്നിടണം. BP 5 kg പ്രഷറിൽ എപ്പോഴാണ് തുറന്നിട്ട് 5 kg മെയിൻറ്റെയിൻ ആവാത്തത് ആ ഓരോ DV ഒന്ന് സെൻസ് ചെയ്യും. ആ DV എന്ത് ചെയ്യുന്നതാണ് AR നേരെ ബ്രേക്ക് സൂപ്പറായിട്ട് കാണിക്കുന്നത്. ഇനി നമ്മളിപ്പോ ഈ ഡയഗ്രം വരച്ചതിന് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞത്. DVയുടെ ഒരു കാര്യം പറയാൻ മാത്രമേ CR പറയാം. DVയുടെ ഏറ്റവും മേലെ വരുന്ന കണക്ഷൻ എപ്പോഴും BPയുടെ കണക്ഷൻ ചോദ്യം ഉണ്ടാവുക. അതുപോലെ ഈ DVയുടെ സെൻട്രലിൽ വരുന്ന കണക്ഷൻ എപ്പോഴും FP അതായത് AR കണക്ഷൻ, ഓക്സിലറി റിസോഴ്സ് കണക്ഷൻ ആയിരിക്കും. ഏറ്റവും താഴെ ഉള്ളത് ബേസ് വരുന്ന കണക്ഷൻ. അത് നോട്ട് ചെയ്ത് കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആൻസർ സാധിക്കും. മാക്സിമം ഇത് ചോദിക്കുന്നത് കണക്ഷൻ ഏറ്റവും ടോപ്പിലായിരിക്കും. ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ച പോലെ DVയുടെ കണക്ഷൻസ്, ഈ DVയുടെ കണക്ഷൻസ് ഇതുപോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. നമുക്ക് DV മാറ്റുന്ന ഒരു സ്ഥിതി വന്നിരിക്കുക, നമുക്ക് ഈ പൈപ്പ് ലൈൻ അയക്കണം, ഈ പൈപ്പ് ലൈൻ അയക്കണം, ഈ പൈപ്പ് ലൈൻ അയക്കണം. ഇത് ഇങ്ങനെയാണോ നമുക്ക് DV മാറ്റുന്നത്? അല്ലല്ലോ, DV മാത്രമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ലൈനുകളെല്ലാം നമ്മൾ ഇവിടെ ഒരു സാധനം വെച്ചു, എന്നിട്ട് ഈ ലൈൻ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പറയാം കോമൺ പൈപ്പ് ബ്രാക്കറ്റ്. കോമൺ പൈപ്പ് ബ്രാക്കറ്റ് എന്താ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് എയർ പൈപ്പ് ലൈനുകളിൽ ഡിസ്റ്റർബൻസ് ഇല്ലാതെ DV ചേഞ്ച് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലാഞ്ച് അയക്കണം എല്ലാ ഫ്ലാഞ്ചും അയച്ചിട്ട് വേണം നമുക്ക് DV മാറ്റാൻ. ഇതിപ്പോ കോമൺ പൈപ്പ് ബ്രാക്കറ്റ് DVയുടെ മുകളിൽ അവിടെ ഫിക്സ് ആയിരിക്കും, DVയുടെ ഇപ്പൊ ഈ ഭാഗത്തായിരിക്കും. അപ്പോൾ നമുക്ക് പൈപ്പ് ലൈനുകളൊന്നും അയക്കാതെ തന്നെ DV എടുത്ത് മാറ്റാം. DVയോട് ചേർന്ന് തന്നെ CR ഉണ്ടാവും. ഈ കോമൺ പൈപ്പ് ബ്രാക്കറ്റിനും ഈ DVക്കും ഇടയിൽ വേറൊരു പീസ് ഉണ്ട്. ഇതിന് ആൾക്കാർ സാൻഡ്വിച്ച് പീസ് എന്ന് പറയും. സാൻഡ്വിച്ച് പീസ് അല്ല, ഇന്റർമീഡിയറ്റ് പീസ് ആണ് ഇന്റർമീഡിയറ്റ് പീസ്. ആ ഇന്റർമീഡിയറ്റ് പീസ് ലൈന് അതിന്റെ ബാക്കിലായിരിക്കും കോമൺ പൈപ്പ് ബ്രാക്കറ്റ് ഉണ്ടാവുന്നത്. കോമൺ പൈപ്പ് ബ്രാക്കറ്റ് ഇന്റർമീഡിയറ്റ് പീസ് ഒന്നും ഞാൻ മേലെ CR ഉണ്ടാവും. ഈ CR എന്താണെന്ന് വെച്ചാൽ ഈ CR നമ്മളിപ്പോ ഒരു ടോയ് കാർ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? അതിലുള്ള ബാറ്ററിയുടെ വോൾട്ടേജിന്റെ ബേസ് ചെയ്തിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. 1.5 ഒരു നല്ല ബാറ്ററി 1.5 ആണെങ്കിൽ 1.5 വോൾട്ട് ആണെങ്കിൽ ചിലപ്പോൾ 3 ബാറ്ററി ആയിരിക്കും, 2 ബാറ്ററിയുടെ 3 വോൾട്ടിലായിരിക്കും അതിന്റെ ആ ടോയ് കാറിന്റെ എല്ലാ ലൈറ്റുകളും അതിന്റെ കൺട്രോളിംഗ് ഒക്കെ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ BP കുറക്കുമ്പോൾ ഇവിടെ ബ്രേക്ക് സൂപ്പറായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ BP 5 kg കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് സൂപ്പറിനെ എക്സോസ്റ്റ് കണക്ട് ചെയ്യണം. പിന്നെ റേഡിയോ ആപ്ലിക്കേഷൻ ഉണ്ടാവണം. ഈ റേഷ്യോയിൽ കുറക്കുമ്പോൾ റേഡിയോ ആപ്ലിക്കേഷൻ വരണം. അങ്ങനെ ഓരോ DVയിലും നമ്മൾ ഓരോ പ്രോഗ്രാമുകൾക്ക് അനുസരിച്ച് DV വർക്ക് ചെയ്യണ്ടേ. ഈ DVക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു റെഫറൻസ് പ്രഷർ കൊടുക്കുന്നത് ഈ CR ആണ്. ഈ CR ചാർജ് ആവുന്നത് ഈ BPയിലായിരിക്കും. ഇത് നാം CR ചാർജ് ആവുന്നത് FP ആയിട്ട് ബന്ധമില്ല. ഓക്കെ അല്ലേ? ഓരോ DV വർക്ക് ചെയ്യാനുള്ള ഒരു റെഫറൻസ് പ്രഷർ ഉണ്ടാവും. ആ DV നമുക്ക് വർക്ക് ചെയ്യാനുള്ള ബേസ് കൊടുക്കുന്നത് ആ CR പ്രഷർ. നമ്മളൊരു ടോയ് കാറിൽ വരുന്ന ബാറ്ററി പറയും, ഒരു ഉദാഹരണം പറഞ്ഞു, അതിനെ ബേസ് ചെയ്തിട്ടാണ് DVയുടെ എല്ലാ ഫങ്ഷൻസും നടക്കുന്നത്. ഈ CR ലൈക്ക് ചെയ്യുന്ന പ്രഷറിനനുസരിച്ച് ഈ CR പ്രഷറിനെ നമ്മൾ DVയുടെ അടിയിൽ ഒരു മാനുവൽ റിലീസിംഗ് വാൾവ് ഉണ്ടാവും. ആ മാനുവൽ റിലീസിംഗ് വാൾവ് പിന്നെ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് CR ഉള്ള പ്രഷറിനെ തുറന്നിടാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ ഒരു തരത്തിലും CR പ്രഷറിനെ തുറന്നിടാൻ പറ്റില്ല. ഈ CR ചാർജ് ആവുന്നത് BP ലേക്ക്. അപ്പൊ CRന്റെ പിന്നെ പ്രഷർ എത്രയായിരിക്കും? 5 kg/6 ആയിരിക്കും CRന്റെ ആക്റ്റീവ് പ്രഷർ. CRന്റെ കപ്പാസിറ്റി 6 ലിറ്റർ ആയിരിക്കും. ഓക്കെ, LHP ഒരു മോഡലിൽ മാത്രം മാത്രം 9 ലിറ്ററിന്റെ പിന്നെ CR LHP എടുക്കുമ്പോൾ. അപ്പോ നമ്മൾ 2 ടൈപ്പ് DV ആണ് ICF ഉപയോഗിക്കുന്നത്, EK ടൈപ്പും CPW ടൈപ്പും.
അത് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം AK ടൈപ്പ് പെട്ടെന്ന് നമുക്ക് ഏതൊക്കെ ഈ കോച്ചിൽ ഉപയോഗിക്കുന്ന ടിവിയുടെ ഏതെങ്കിലും കളർ ഗുഡ്സിൽ ഉപയോഗിക്കുന്ന അങ്ങനെ കളർ കോഡ് നമ്മൾ ബ്ലാക്ക് കളർ ആണെങ്കിൽ ഗുഡ്സിലേക്ക് ഈ ഗുഡ്സിന്റെ ടിവി എടുത്തിട്ട് കോച്ചിലിടാൻ പറ്റും. എന്താ പ്രശ്നം? ഗുഡ്സിന്റെ ടിവി ടിൻ പൈപ്പുള്ള ഗുഡ്സ് ഉണ്ടല്ലോ, അതിന്റെ ടിവി എടുത്തിട്ട് കോച്ചിലിടാൻ പറ്റും. കോച്ചിന്റെ ടിവി എടുത്തിട്ട് ഗുഡ്സിലിടാൻ പറ്റും. എന്താ പ്രശ്നം? ടിൻ പൈപ്പിനുള്ള ഗുഡ്സ് ഉണ്ടല്ലോ, ഇപ്പൊ 2 പൈപ്പുള്ള ഗുഡ്സ് ഉണ്ട്, BCNH ഗുഡ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല. അതിന്റെ ടിവി കോച്ചിലേക്ക് ഇടാൻ പറ്റുമോ? അതാണ് അപ്ലിക്കേഷൻ റിലീസ് ടൈമിംഗ് വ്യത്യാസമുണ്ട്. നമ്മൾ കോച്ചിന്റെ അപ്ലിക്കേഷൻ ടൈം 3 to 5 സെക്കൻഡ് ആണ്, ഗുഡ്സിന്റെ അപ്ലിക്കേഷൻ ടൈം 18 മുതൽ 30 സെക്കൻഡ് വരെയാണ്. അപ്പൊ നമ്മൾ അതെടുത്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 18 മുതൽ 30 സെക്കൻഡിനുള്ളിൽ ഇത് അപ്ലൈ ആവും. ഇത് ഈ സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത് DV സെയിം തന്നെയാണ്. നമ്മൾ പറയുന്നത് DV സെയിം തന്നെയാണ്. DVക്കുള്ളിൽ ഒരു അപ്ലിക്കേഷൻ സ്റ്റോക്ക് ഒരു റിലീസ് സ്റ്റോക്ക് ഈ അതിന്റെ ഡയമീറ്റർ, അതിന്റെ ഹോളിന്റെ ഡയമീറ്റർ ആണ് വ്യത്യാസം വരുന്നത്. അതിന്റെ ഹോളിന്റെ ഡയമീറ്റർ അനുസരിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്ന ടൈമിംഗ് വ്യത്യാസം വരുന്നത്. അതായത് ഗുഡ്സ് അതിന്റെ ആൻസർ കറക്റ്റായി പറയുകയാണെങ്കിൽ ഗുഡ്സിന്റെ പിന്നെ അപ്ലിക്കേഷൻ സ്റ്റോക്കും കോച്ചിന്റെ അപ്ലിക്കേഷൻ സ്റ്റോക്കും തമ്മിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഗുഡ്സിന്റെ റിലീസ് സ്റ്റോക്കും കോച്ചിന്റെ റിലീസ് സ്റ്റോക്കും തമ്മിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. ഇനി വേറൊരു കാര്യം ഇവിടെ MAQയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ല. ഇവിടെ നമ്മുടെ BD ഉണ്ട്. BDയിൽ ഗുഡ്സും കോച്ചും തമ്മിൽ ഒരുമിച്ചിട്ട് പിന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഈ 2 ടൈമിംഗിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിപ്പോ ഗുഡ്സും കോച്ചും കൊണ്ടുവന്നില്ല, കുറെ നമ്മൾ ഒന്നാമത്തെ കോച്ചുണ്ട്, പിന്നെ BRNA പോലത്തെ വണ്ടികളുണ്ട്, റെയിൽവേ പോലത്തെ വണ്ടികളുണ്ട്. BD നോക്കിയാൽ മതി, നമ്മുടെ സൈഡ് വെച്ചിട്ടുണ്ട്. അതിൽ ഗുഡ്സും കോച്ചും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓടിച്ചു പോകുന്നില്ലേ? ഇപ്പൊ 2 ടൈമിംഗ് ആണെങ്കിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പറ്റും. DV അതിൽ എല്ലാം അത് BRNA എന്ന് പറഞ്ഞ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന DV നമ്മുടെ കോച്ചിന്റെ TV ചോപ്പ് വ്യത്യാസം, അല്ലെങ്കിൽ നമുക്കത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. എല്ലാം വർക്ക് ചെയ്യുന്നത് കോച്ചിന്റെ ടൈമിങ്ങിലാണ്. BDയിലുള്ള എല്ലാ വണ്ടികളും വർക്ക് ചെയ്യുന്നത്. BRNA റെയിൽവേക്ക് വേണ്ടിയിട്ട് BCN ഉണ്ടാവും, ചില BCN ഉണ്ട്, BCN അതിൽ എല്ലാത്തിനും കോച്ചിന്റെ സെയിം TV ആണ്. കളർകോഡ് കോച്ചിന്റെ പിന്നെ ഇതിന്റെ റിലീസ് ടൈമിംഗ് അപ്ലിക്കേഷൻ ടൈമിംഗ് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന്റെ പൊസിഷൻസ്, ലൈനിന്റെ പൊസിഷൻസ്. പിന്നെ ഇതിന് DVയിലുള്ളത് കോമൺ പൈപ്പ് ബ്രാക്കറ്റ്. കോമൺ പൈപ്പ് ബ്രാക്കറ്റിലാണ് പൈപ്പ് കണക്ഷൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. കോമൺ പൈപ്പ് ബ്രാക്കറ്റ് എന്തിനാണ് വെച്ചിരിക്കുന്നത്? DV ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ പൈപ്പ് വൈകാതെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ DV മാറ്റി കഴിഞ്ഞാൽ. പിന്നെ ഈ റിഡക്ഷൻ 0.5 to 0.8 റിഡക്ഷൻ എന്ന് പറയും. 8 to 1 kg സർവീസ് അപ്ലിക്കേഷൻ, ഫുഡ് സർവീസ് അപ്ലിക്കേഷൻ 1.5 അപ്പോ എമർജൻസി അപ്ലിക്കേഷൻ. മാക്സിമം BC പ്രഷർ 3.8 ICS. LHP എത്രയാണ്? 3 kg. LHP ഡബിൾ ഡെക്കർ 3.8. ഇതിൽ ICSന്റെ അതേ പ്രഷർ തന്നെയാണ് LHP ഡബിൾ ഡെക്കർ കൊടുത്തത്. ഓക്കെ. ഇനി പിന്നെ ഇതിന്റെ സൈസ്, ഇതിന്റെ സൈസ് ഇതിൽ ഈ ബ്രേക്സിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെയാണ് നമ്മൾ എയർ കൊടുക്കുക. എയർ കൊടുക്കുമ്പോൾ ഒരു ഡയഫ്രം ഉണ്ടാവും. ആ ഡയഫ്രം മുന്നോട്ടേക്ക് വരും. ആ ഡയഫ്രം ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത്, സ്പ്രിങ് കട്ട് ചെയ്ത റിവ്യൂ അറിയാമേ, സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ടാണ് ഡയഫ്രം മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഡയഫ്രം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതാണ് പിസ്റ്റൺ. പിസ്റ്റൺ പുറത്തേക്ക്, പിസ്റ്റന്റെ ഉള്ളിലായിട്ട് നമ്മൾ അഡ്ജസ്റ്റിംഗ് ട്യൂബ് വെച്ചിട്ടുണ്ട്. ആ അഡ്ജസ്റ്റിംഗ് ട്യൂബും അനുപാതികമായിട്ട് പുറത്തേക്ക് വരും. ഈ അഡ്ജസ്റ്റിംഗ് ട്യൂബിൽ എവിടെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ട്യൂബ് വെച്ചിരിക്കുന്നത്? അതിനപ്പുറത്താണ് ബ്രേക്ക് റീഗിങ്. ബ്രേക്ക് റീഗിങ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ മുതൽ വീല് വരെ ബ്രേക്ക് ഫോഴ്സ് എത്തിക്കുന്ന എല്ലാ മെക്കാനിക്സ് ആയിരുന്നു. അതിനാണ് നമ്മൾ കോമൺ ആയിട്ട് ബ്രേക്ക് റീഗിങ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ലിവർ, സെറ്റ് ലിവർ, ലിവർ ഹാങ്ങർ, അങ്ങനത്തെ പിന്നുകൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ ബ്രേക്ക് റീഗിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ അഡ്ജസ്റ്റിംഗ് ട്യൂബ് ഒരു ലിമിറ്റ് വെച്ചിട്ട് 305 305 mm ആണ് അതിന്റെ മാക്സിമം ടൈം. ഇത് ഒരു സിംഗിൾ ആക്ടിംഗ് ആണ്. ഒരു ഭാഗത്തേക്ക് മാത്രമേ
ഇത് അതായത് ബ്രേക്ക് ബ്ലോക്കും ഇപ്പൊ ഇതാണ് വീല്, ഇത് വീലാണ്. ഈ ഇതിന്റെ ക്ലിയറൻസ് ഇവിടെ കൂടുതൽ ഇത് കുറച്ചു കൊടുക്കും. കുറഞ്ഞ ക്ലിയറൻസ് വന്നു ഇത് കൂട്ടി കൊടുക്കില്ല. പക്ഷെ നമ്മുടെ ഗുഡ്സിൽ SAB അതിൽ SAB എന്ത് ചെയ്യുന്ന ഇത് കൂട്ടി കൊടുക്കും. ഡബിൾ ആക്ട് നമ്മൾ ICF ഡബിൾ ആക്ട് സിൽവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ ആക്ടിങ് ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാം സിംഗിൾ ആയാലും ഇനി നമ്മൾ ഒരു സ്ട്രോക്കിൽ ഈ പിസ്റ്റൺ എത്ര പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ പിസ്റ്റൺ സ്ട്രോക്ക് എന്ന് പറയുന്നത്. എത്രയാണ്? 40 എണ്ണമാണ് ഇപ്പോൾ ICF ഉപയോഗിക്കുന്നത് പിസ്റ്റൺ സ്ട്രോക്ക്. ഈ ബ്രേക്ക് ബ്ലോക്ക് തേയ്മാനം വരുന്നതിനനുസരിച്ച് ഇതിന് 6 മുതൽ 8 mm വരെയാണ് ഇതിന് ICF ഇതിന്റെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ബ്രേക്ക് ബ്ലോക്ക് തേയ്മാനം ചെറിയ തോതിൽ വീലും തേയ്മാനം വരും. അപ്പൊ അതിനനുസരിച്ച് ഇതിനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുന്നത്. അത് ചെയ്യുന്നത് ഈ അഡ്ജസ്റ്റീവ് ഗ്രൂപ്പ് പുറത്തേക്ക് വന്നിട്ടാണ്. ഓരോ റിട്ടേൺ സ്ട്രോക്കിലാണ് അഡ്ജസ്റ്റീവ് ഗ്രൂപ്പ് അഡ്ജസ്റ്റ് ആവുന്നത്. ഓക്കെ അല്ലേ? അതായത് സ്ലാക്ക് അഡ്ജസ്റ്റർ വെച്ചിരിക്കുന്നത് ഈ ബ്രേക്ക് ബ്ലോക്കിന്റെ തേയ്മാനത്തിനനുസരിച്ച് ബ്രേക്ക് ബ്ലോക്കിന് ഈ ക്ലിയറൻസിലേക്ക് കുറച്ച് കൊണ്ടുവരണം. ഇതിന് ബ്രേക്ക് സിലിണ്ടറിന്റെ സൈസ് പറയുമ്പോൾ നമ്മൾ ഈ ഡയഫ്രത്തിന്റെ വെച്ചിട്ടുള്ളിൽ ഇതിന്റെ ഡയമീറ്റർ ആണ് നമ്മൾ ഇതിന്റെ സൈസ് പറയുന്നത്. നമ്മൾ ഇതിന് ICF ഉപയോഗിക്കുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിന്റെ റേസൻസ് ആണ് ICF ഉപയോഗിക്കുന്നത്. അതായത് അതിന്റെ ഡയഫ്രത്തിന്റെ സൈസ് 8 ഇഞ്ചായിരിക്കും ഡയമീറ്റർ. ഓക്കെ, നമ്മള് LHP പോകുമ്പോൾ 10 ഇഞ്ചായിരിക്കും LHP ഡയമീറ്റർ. 8 ഇഞ്ച് 10 ഇഞ്ച്. ഗുഡ്സിന് കൺവെൻഷണൽ 14 ഇഞ്ചായിരിക്കും. ഓക്കെ, BV സെറ്റ്സ് ഗുഡ്സിന്റെ ഗാർഡ് വരുന്നത് ICF BV സെറ്റ് ICFന്റെ ഗാർഡ് വരും. അത് ICF സെറ്റ് പറയും. BV സെറ്റ്സ് നടത്തുന്ന ഒരു ഗാർഡ് വരുന്നത്. പിന്നെ BC അതിൽ രണ്ടും 12 ഇഞ്ചായിരിക്കും. പിന്നെ ബോഗി മോഡല് റെസിസ്റ്റൻസ് ഗുഡ്സ് ഉപയോഗിക്കുന്നത് അതിൽ 11 ഇഞ്ചായിരിക്കും. ബോഗി വെച്ചിരിക്കുന്ന റേസിംഗ് ഗുഡ്സ് അതിൽ 11 ഇഞ്ചായിരിക്കും. അപ്പോൾ 8, 10, 11, 12, 14 ഈ സൈസ് നമ്മൾ വന്ദേ ഭാരതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്ക് സിലിണ്ടർ LHPയുടെ സെയിം ടൈം 10 ഇഞ്ചാണ്. 8 ഇഞ്ചാണ് ICF, 10 ഇഞ്ചാണ് LHP. ഓക്കെ, 11 ഇഞ്ചാണ് ബോഗി മോഡൽ ബ്രേക്ക് സിസ്റ്റം. വാഗൺ ഉപയോഗിക്കുന്ന ബോഗി മോഡൽ ബ്രേക്ക് സിസ്റ്റം 11 ഇഞ്ചാണ്. 12 ഇഞ്ചാണ് BV സെറ്റ് C. അതായത് ഗുഡ്സിന്റെ സ്ട്രൈറ്റ് ബാഗ്. പിന്നെ LHP ഉപയോഗിക്കുന്നത് 10 ഇഞ്ചാണ്. സോറി, LHP വന്ദേ ഭാരത് ഉപയോഗിക്കുന്നത്. പിന്നെ 14 വരുന്നത് കൺവെൻഷൻ സാധാരണ DCN അങ്ങനെ വണ്ടികളിൽ ബോക്സ് ഒക്കെ അതിനൊക്കെ വരുന്നത് 14 ഇഞ്ചാണ്. ഈ ഇഞ്ച് MM-ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. 350 ഇഞ്ച് എത്ര MM ആണ്? 355 MM. അങ്ങനെ ഇഞ്ച് പറയുന്നത് 305 mm. അത് എങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. 8 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 203 mm. 2.54 ടൈലാണ്. അതിനൊന്ന് EMBS രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് എസ്കോർട്ടിന്റെ ഉള്ളിലൊക്കെ പോകുമ്പോഴാണ് അതിൽ 10-11 വരുന്നത്. ബോഗി മോഡലിൽ 10-11 വരുന്നത്. കോമണിൽ 11 നമ്മൾ പറയുന്നത്. അതിന് എസ്കോർട്ടിന്റെ സിലിണ്ടർ ഉള്ളിലോട്ടേക്ക് പോകുമ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോക്കിയാൽ മതി. എന്താ പറയുക, ഗുഡ്സിന്റെ ബോഗി മോഡൽ ഗുഡ്സ് ബ്രേക്ക് സിസ്റ്റം അതിൽ എസ്കോർട്ടിന്റെ സിലിണ്ടർ വരുന്നത്. എസ്കോർട്ടിന്റെ കമ്പനിയാണ്. അതിൽ സാധാരണ ഈ ഇതിലൊക്കെ മുന്നോട്ടേക്ക് പിസ്റ്റൺ വരുമ്പോൾ ആപ്ലിക്കേഷൻ അതിൽ ആപ്ലിക്കേഷൻ വരുന്നത് ബാക്കോട്ടേക്ക് വരുമ്പോൾ ബാക്കോട്ടേക്കാണ് പിസ്റ്റൺ വരുന്നത്. അതിന് ഒരു മുന്നോട്ടേക്ക് വരുന്ന ഫെല്ലിലൊക്കെ മുന്നോട്ടേക്ക് വരിക. അതിനൊരു പിസ്റ്റൺ സ്ട്രോക്ക് ഇൻഡിക്കേറ്റർ അങ്ങനെയാണ്. അതിന് നമ്മൾ അതിന്റെ ബോഡിയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ബ്രേക്ക് ആപ്ലിക്കേഷൻ ആണോ റിലീസ് ആണോ മനസ്സിലാവുന്നത്. നമ്മൾ ആ
പിസ്റ്റൺ സ്ട്രോക്ക് ഇൻഡിക്കേറ്റർ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബോഗി മൗണ്ടഡ് ബ്രേക്ക് സിസ്റ്റം അതിൽ രണ്ട് ടൈപ്പ് സിലിണ്ടർ വരുന്നത്. എസ്കോർട്ടിൻ്റെ വരുന്നത് ഉള്ളോട്ടേക്ക് വരുമ്പോഴാണ്, സിലിണ്ടർ ഉള്ളോട്ടേക്ക് വരുമ്പോഴാണ്. അതായത് നോക്കിയാൽ മതി. അത് ഈ ബെല്ലുള്ളതുകൊണ്ട് അല്ല, അതിന് അത് ഉള്ളിലോട്ടേക്ക് വരുമ്പോൾ അതിന്റെ സൈഡിൽ തന്നെ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിൽ ഒരു സാധനം അത് പുറത്തേക്ക് വരുന്നതാണ്. സ്ഥലത്തിലെ വന്നു ലോക്കോ ഒരു റേക്ക് വന്നു ഒഴിച്ചു. ഈ സിആറിലൊക്കെ നമുക്ക് 5 kg കയറിയിരിക്കാം. 5 kg പ്രൊസീജർ സിആറിൽ എല്ലാ സിആറിലും 5 kg പ്രൊസീജർ കയറി. നമ്മൾ അടുത്ത ലോക്കോ വെച്ചു. നമ്മൾ അടുത്ത ലോക്കോ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ പ്രഷർ ആളുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലോക്കോ. അപ്പൊ ചിലപ്പോൾ അത് 4.8 ഉണ്ടാവും, അല്ലെങ്കിൽ 5.2 ഉണ്ടാവും. നേരത്തെ 5.2 കയറി ഇരിക്കുക, പിന്നെ 5 ഉണ്ടാവും അടുത്ത ലോക്കോ വെക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റെഫറൻസ് പ്രഷർ ചേഞ്ച് ആവുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ റെഫറൻസ് പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡി വി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ചേഞ്ച് ആവുമ്പോൾ ഈ ഡി വിയുടെ എല്ലാ ഫങ്ഷൻസും താഴ്ന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ലോക്കോ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ മാനുവൽ റിലീസ് ചെയ്തിട്ട് ഈ സിആർ തുറന്നു അടുത്ത ലോക്കോയുടെ റെഫറൻസ് പ്രഷർ കയറാൻ വേണ്ടി. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ലോക്കോ ചേഞ്ച് ചെയ്യാതെ ഒരറ്റത്ത് നിന്ന് ആ ലോക്കോ ഈ അറ്റത്ത് കൊണ്ട് നിർത്തുകയായിരിക്കും. അപ്പോഴും നമ്മൾ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ മുൻഭാഗത്ത് ഉള്ള അത്രയും പ്രഷർ ബാക്കിലേക്ക് ചെറിയ ലീക്കേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്കോടെ നേരെ തിരിച്ചിട്ട് ചെയ്യുമ്പോൾ നേരത്തെ കയറി 5 kg പകരം 4.8 ആയിരിക്കും ബാക്കിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാനുവൽ യൂസ് ചെയ്യുന്നത്. ഇനി ഒരേ ഒരു ലോക്കോ തന്നെ 2 കൺട്രോൾ സ്റ്റാൻഡ്സ് ആണ്. കണ്ടില്ലേ, ഡ്രൈവറുടെ ആ ഭാഗത്തിനാണ് കൺട്രോൾ സ്റ്റാൻഡ്സ് ആണ്. ഒരു ഭാഗത്തും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ലോക്കോ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആ ഭാഗത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നെങ്കിൽ ആ ഭാഗത്ത് അവർക്ക് കൺട്രോൾ സ്റ്റാൻഡ്സ് സിസ്റ്റവും അതിന്റെ നോട്ട്സും ഒക്കെ ഉണ്ടാവും. ഈ ഭാഗത്തും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഭാഗം മാറ്റി ആ ഭാഗം കണക്ട് ചെയ്യുമ്പോഴും നമ്മൾ മാനുവൽ റിലീസ് ചെയ്യും. കാരണം ആ ഭാഗത്ത് വെച്ചിരിക്കുന്ന പ്രഷർ ചിലപ്പോൾ പ്രഷർ റെഗുലേറ്റർ ആളുകൾ ചിലപ്പോൾ നേരത്തെ പ്രഷറിനെല്ലാം ചേഞ്ച് ചെയ്തു. അപ്പോൾ കൺട്രോൾ സ്റ്റാൻഡ് മാറുമ്പോഴും നമ്മൾ മാനുവൽ റിലീസ് ചെയ്യും. ലോക്കോ മാറുമ്പോൾ ചെയ്യും. ലോക്കോ ബാക്കിലേക്ക് കൊണ്ടുവന്നപ്പോഴും നമ്മൾ മാനുവൽ റിലീസ് ചെയ്യും. മാനുവൽ റിലീസ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഡി വി കറക്റ്റ് വർക്ക് ചെയ്യുന്നത് ഈ റെഫറൻസ് പ്രഷർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ റെഫറൻസ് പ്രഷർ ചേഞ്ച് ആവാനുള്ള ചാൻസ് ലോക്കോ മാറുമ്പോൾ അപ്പോൾ ആ റെഫറൻസ് പ്രഷർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനുവൽ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിആറിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ 5 kg ആയിരിക്കും. അത് ബി പി എന്നാണ് ചാർജ്. ഈ ബി പി 5 kg ആയി 6 ബി പി എപ്പോഴെങ്കിലും 5.5 വന്നിരിക്കുക. അപ്പോൾ ആ 0.5 വീണ്ടും ഇതായിരിക്കും. എത്രയാണോ കൂടുതൽ വരുന്നത് അത് കയറി ലോക്കായി പോകും. ഒരു 1 വേ വാൾവ് വഴിയാണ് കയറുന്നത്, പിന്നെ അത് അടഞ്ഞു പോകും. അങ്ങനെയാണ് ഇതിന്റെ സിആർ ബാങ്ക് ഒരു വാൾവ് വഴിയാണ്. ഇപ്പൊ NRV ഇതേപോലത്തെ NRV ഡി വിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ അതുവഴിയാണ് നേരെ ഇതിലേക്ക് സിആറിനെ ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് ചാർജ് ആവുന്നത്. അപ്പോൾ സിആറുള്ള പ്രഷർ ബേസ് ചെയ്തിട്ടാണ് ഡി വി വർക്ക് ചെയ്യുന്നത്. മാനുവൽ റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മാനുവൽ റിലീസ് ചെയ്യുന്നില്ല ആൾക്കാർ ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു പ്രഷർ ലീക്ക് ആവും, അത് സിആർ പ്രഷർ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രഷർ റിലീസ് ആവുന്ന ശബ്ദം, അത് ബ്രേക്സിലുള്ള പ്രഷർ. ഓക്കെ, ഫസ്റ്റ് ലീക്ക് ആവുന്ന പ്രഷർ സിആർ പ്രഷർ. രണ്ടാമത് സിആർ പ്രഷർ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഡി വി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ എക്സോസ്റ്റ് ആക്കിയത് സിആർ പ്രഷർ. അത് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് ഡി വിയുടെ ഉള്ളിൽ പ്രീ പ്രഷർ വാൽവ്. അതിൽ 3 പ്രഷർ ആക്ട് ചെയ്യും. ഒന്ന് സിആർ പ്രഷർ ആക്ട് ചെയ്യും, ബി പിയുടെ പ്രഷർ ആക്ട് ചെയ്യും, AR പ്രഷർ. അപ്പോൾ എപ്പോഴാണോ ബി പി പ്രഷർ കുറയുന്നത് അപ്പോൾ AR അതുപോലെ തന്നെ എപ്പോഴാണോ ബി പി പ്രഷർ 5 kg വരുന്നത് ബി സി നേരെ എക്സോസ്റ്റ് ചെയ്ത് ഇത് ചെയ്യുന്നത് ഡി ബിയുടെ ഉള്ളിലുള്ള പ്രീ പ്രഷർ വാൾവ് എന്ന വാൾവാണ്. അത് ആ പ്രീ പ്രഷർ വാൾവിൽ ആണ് സിആർ പ്രഷർ ആക്ട് ചെയ്യുന്നത്. പ്രീ പ്രഷർ വാൾവിൽ ഏറ്റവും അടിയിലായിട്ട് ആക്ട് ചെയ്യുന്നതായിരുന്നു സിആർ പ്രഷർ. അതിന്റെ തൊട്ട മേഖലയിൽ അങ്ങനെ അത് വരച്ച് അത് മാത്രം പ്രീ പ്രഷർ വാൾവ് എന്താണെന്ന് ടച്ച് ചെയ്ത് പോകാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ റെഫറൻസ് പ്രഷർ ചേഞ്ച് ആവാതിരിക്കാനാണ് മാനുവൽ റിലീസ് ചെയ്തത്. ഓക്കെ, സിആറിന്റെ നമ്മൾ കപ്പാസിറ്റി പറയുമ്പോൾ എപ്പോഴും ലിറ്ററിലാണ് പറയുന്നത്. സിആറിന്റെ കപ്പാസിറ്റി 6 ലിറ്റർ ആണ്, ARന്റെ കപ്പാസിറ്റി 200 ലിറ്റർ ആണ്, ഗുഡ്സിൽ 100 ലിറ്റർ ആണ്, BV സെറ്റ് സി 70 ലിറ്റർ ആണ്. BV സെറ്റ് സി 70 ലിറ്റർ ആണ്.
AR പ്രശ്നം പോകില്ല. ഏതില് മിക്കവാറും മാനുവൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാല് ഇത് പോകും, ഈ പ്രഷർ പോകുന്നത് മാനുവൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകില്ല. അതായത് രണ്ട് ടൈപ്പ് DV ആണ് ICF ഉപയോഗിക്കുന്നത്. EK ടൈപ്പും C3 ടൈപ്പും. നമ്മൾ EK ടൈപ്പില് നമ്മൾ ഇത് വലിച്ചു കഴിഞ്ഞാൽ ആദ്യം EK ആണ് പറയുന്നത്. EK ടൈപ്പ് നമ്മൾ മാനുവൽ റിലീസ് വാൾവ് വലിച്ചു കഴിഞ്ഞാൽ ആദ്യം CR പ്രഷർ പോകും, CR പ്രഷർ പുറത്തേക്ക് പോകും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ BC ബ്രേക്ക് സിലിണ്ടർ പ്രഷർ പുറത്തേക്ക് പോകും, ബ്രേക്ക് സിലിണ്ടർ റിലീസ് ആവും. ഒരു ഡയറക്ഷനിൽ വലിച്ചു കഴിഞ്ഞാലും അപ്പുറത്തെ ഡയറക്ഷൻ EK ടൈപ്പിൽ ഈ ഞാൻ പറഞ്ഞ പ്രൊസീജിയറിലാണ് പോകും. ആദ്യം CR പ്രഷർ പോകും, പിന്നെ ബ്രേക്ക് സിലിണ്ടർ പ്രഷർ പോകും. പക്ഷെ C3W എന്താ സംഭവിക്കുന്നത്? ഈ മാനുവൽ റിലീസിംഗ് വാൾവിനെ ഈ പൊസിഷനിൽ വലിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പൊസിഷനിൽ വലിച്ച് പിടിക്കുകയാണെങ്കിൽ AR പ്രഷർ C3W നമ്മൾ മാനുവൽ റിലീസിംഗ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ AR പ്രഷർ മുഴുവൻ പോകും. അങ്ങനെ C3W മാത്രം അതിനുള്ളിൽ വാൾവ് EK ടൈപ്പിൽ നമുക്ക് എപ്പോഴെങ്കിലും AR തുറന്നുവിടാൻ നമുക്ക് DV വഴി AR തുറന്നുവിടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ C3W ആണെങ്കിൽ ഇത് പിടിച്ച് ഒരു ഭാഗത്തേക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പുള്ളിയത് വെച്ച് കഴിഞ്ഞാൽ എയർ പ്രഷർ പുറത്തേക്ക് പോകും. EK ടൈപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DVക്ക് ഒരു ഐസൊലേഷൻ വാൾവുണ്ട്, ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർ പ്രഷർ EK ടൈപ്പ് DV ഐസൊലേഷൻ ആയാലും നോക്കി കഴിഞ്ഞാൽ എയർ പ്രഷർ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഡ്യുവൽ പൈപ്പ് വരുന്ന കുറിച്ച് നമ്മള് ഡ്രൈവർ ഐസൊലേറ്റ് ചെയ്തിട്ട് വരും, പക്ഷെ എയർ പ്രഷർ ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മൾ വിളിച്ചു പറയും എയർ ലീക്കേജ് എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊരു വാൾവ് അടച്ചിട്ടുണ്ടാവും. അതായത് ഈ ഇവിടത്തേക്ക് വന്നല്ലോ, ഇവിടെ നമ്മളൊരു വാൾവ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. സോറി, ഈ വാൾവ് ഐസൊലേഷൻ പോകും. ഇത് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് എയർ വരിക. ഡ്യുവൽ പൈപ്പ് വരുന്നത് പിന്നെ കോഴിക്കോട് ഇങ്ങനെ മാറിയ പോലെ ഡൗട്ട് ICF ബ്രേക്ക് സിസ്റ്റം ജസ്റ്റ് പറഞ്ഞു. DVയുടെ ഉള്ളിലുള്ള ഫ്രീ പ്രഷർ വാൾവിന്റെ മേലെ DV പ്രഷറാണ്. ഏറ്റവും മേലെ AR പ്രഷറാണ്. ഈ ഡയഫ്രം എന്ന് പറയും, ഡയഫ്രത്തിന്റെ മേലെ താഴെയായിട്ട് താഴെ CR പ്രഷറിലേക്ക് മേലെ DV പ്രഷറായിരിക്കും. രജിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്ന ഒരു ബേസിക് സംഭവം ഇതാണ്. 5 kg പിന്നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ 5 kg മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ എക്സോസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. രണ്ട് ടൈപ്പ് DV ഇത് തന്നെയാണ്. ഇത് തമ്മിൽ EK ടൈപ്പും C3W ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം ഈ എയറിനെ റിലീസ് ചെയ്യുന്നതും എയർ പ്രഷർ പോകുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമാണ് വ്യത്യാസം. പിന്നെ അതിന്റെ ഷേപ്പ് EK ടൈപ്പിന് സ്ക്വയർ ടൈപ്പ് ആയിരിക്കും അതിന്റെ ഷേപ്പ്, മറ്റേത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അതിന് ഇതിലുള്ള ഐസൊലേഷൻ വാൾവുകൾ ഒരു പിന്നെ ഇതില് 2 3-വേ ഐസൊലേഷൻ വാൾവാണ് ICF ഉണ്ടാവും. അതായത് ബോഗിയിൽ വെച്ചിരുന്നു ഒരു ബോഗിയിൽ ഒരു ഐസൊലേഷൻ 3-വേ ഉണ്ടാവും, ഈ ഭാഗത്ത് ഒരു ഐസൊലേഷൻ 2 3-വേ ഐസൊലേഷൻ വാൾവ് ഉണ്ടാവും. 2-വേ ഐസൊലേഷൻ ഒന്ന് ഇവിടെ ഉണ്ടാവും, FP ഉണ്ടാവും, ഒന്ന് BP ഉണ്ടാവും, രണ്ടായിട്ട്. പിന്നെ ഗാർഡ്വെല്ലിലേക്ക് എമർജൻസി അലാറത്തിലേക്ക് പോകുന്ന ഇവിടെ ഒന്നുണ്ടാവും, ഇതും 2-വേ ആയിരിക്കും. അപ്പൊ 1 2 3 പിന്നെ 2-വേ 2 3-വേ മൊത്തം 5 ഐസൊലേഷൻ ബോർഡുകൾ ഉണ്ടാവും. 5 ഐസൊലേഷൻ ബോർഡുകളിൽ 2 3-വേ. ഇതെന്തിനാണ് ഇത് 3-വേ വെച്ചിരിക്കുന്നത്? അതിൽ വാൾവ് ചെയ്തിട്ടാവില്ല, ഐസൊലേഷൻ ബോർഡ് ഉണ്ടാവില്ല. ഗാർഡ് എമർജൻസി വാൾവിൽ എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐസൊലേഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് ഐസൊലേഷൻ വാൾവ് വെച്ചിട്ടില്ല, ലീക്ക് വരാറില്ല. അതുപോലെ ഗാർഡ് എമർജൻസി വാൾവ് വെറുതെ ഒരു വാൾവല്ല, അതിനുള്ളിൽ ചെറിയ ഇങ്ങനെയുള്ള നട്ട് പോർഷൻ ഉണ്ടാവും, അതിനൊരു ഹോൾ ഉണ്ടാവും. ഈ ഹോളിന്റെ ഡയമീറ്റർ 8 mm. അതിനൊരു ചോക്ക് ഉണ്ടാവും, അത് 8 mm. GVനുള്ളിലുള്ള പിന്നെ ചോക്കിന്റെ ഡയമീറ്റർ 8 mm. ICF LHP ഈ ചോക്കില്ല, ഡയറക്റ്റ് വെച്ചിരിക്കുക.
ഗാർഡ് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 8 mm BP ലീക്ക് ആയിക്കൊണ്ടത്. ഓക്കെ അല്ലേ? ഇത് 3 വേ. ഇത് 3 വേ എന്താ വെച്ചിരിക്കുന്നില്ല. എന്താ കാരണം നമുക്ക് ബ്രേക്ക് ബൈൻഡിങ് വന്നില്ല. ഒരു ബോഗിയിൽ ബ്രേക്ക് ബൈൻഡിങ് വന്നു. നമുക്ക് ഇതിൽ എയർ ട്രാപ്പായി നിൽക്കുകയാണ്. നമുക്ക് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള എയർ നേരെ ഡ്രോപ്പ് ആവും, അറ്റ്മോസ്ഫിയറിലേക്ക് പോകും, റിലീസ് ആവും. അതിന് വേണ്ടിയാണ് ബ്രേക്ക് ബൈൻഡിങ് വന്നാൽ ഈസി ആയിട്ട് എയറിനെ തുറന്നു വിടാൻ വേണ്ടിയാണ് നമ്മൾ 3 വേ ഐസൊലേഷൻ ചെയ്യുന്നത്. ചെയിൻ പുള്ളി ചെയ്തല്ലേ? ഒരു കാര്യം പറയാം, ഈ PAVയുടെ ഉള്ളിലും ഒരു ചോക്കർ ഉണ്ടാവും. അത് 8 mm. ഇതിൽ 8 mm, ഇതിൽ 8 mm ചോക്കർ. പിന്നെ PSD എന്ന് പറഞ്ഞു, ബാക്കിയൊക്കെ പറഞ്ഞു. എന്താ പറയുന്നത്? ചെയിൻ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് PSD-ലാണ്, പാസഞ്ചേഴ്സ് എമർജൻസി അലാം സിഗ്നൽ ഡിവൈസ്. ഇതിൽ ചെറിയ ഡ്രോപ്പ് ഉണ്ടാവും. ഈ ചെറിയ ഡ്രോപ്പ് ഉണ്ടാവും. ഇതിൽ 2 പ്രഷർ, 2 ഇതായിട്ടാണ് പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം അങ്ങോട്ടേക്ക് പൊങ്ങി പോയിട്ട് ഇത് പൊങ്ങി പോകുമ്പോൾ ഈ ഇതിന് വലിയ ഡ്രോപ്പ് ആയിട്ട് PAVയിലൂടെയാണ് എയർ പോകുന്നത്. ചെയിൻ പുള്ളി ചെയ്യുമ്പോൾ എയർ ഡ്രോപ്പ് ആവുന്നത് PAVയിലൂടെയാണ്. പക്ഷെ അതിന്റെ സിഗ്നൽ ഉണ്ടാക്കുന്നത് ഈ ചെറിയ PSD-ലാണ്. ഇനി ഒരു പ്രശ്നം നമുക്ക് ഈ PAVയിലേക്ക് എപ്പോഴും ലീക്ക് ആയിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മൾ ഈ PAVയുടെ കംപ്ലൈന്റ് ആണോ PSD-യുടെ കംപ്ലൈന്റ് ആണോ അങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് ഫുൾ ടൈം ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ കംപ്ലൈന്റ് കൊണ്ട് വരാം. ഇവിടെ ലീക്ക് ഇല്ലെങ്കിലും ലീക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിലും വരാമല്ലോ. നമ്മൾ റീസെറ്റ് ചെയ്തു, പക്ഷെ എന്നാലും ഇതിലെ ലീക്ക് ആയിക്കൊണ്ടിരിക്കാൻ എന്ത് ചെയ്യും? എൻറൂട്ടിലാണ് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഈ വാൾവ് അങ്ങോട്ടേക്കാണ്. ഈ വാൾവ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയിൽ എവിടെ ചെയ്യുമ്പോൾ ചെയ്താൽ വണ്ടി നിൽക്കില്ല. പക്ഷെ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്? മെയിൻ്റനൻസിലേക്ക് വരുമ്പോൾ കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ ഇതിലൊരു ബക്കറ്റ് വാഷും ഒരു സ്റ്റെമ്മും ഉണ്ട്. അത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി മേലോട്ടേക്ക് പിടിക്കും. എന്നിട്ട് കൈ ഇവിടെ വെച്ച് നോക്കി ഇവിടെ ലീക്ക് അനുഭവപ്പെടുന്നു നോക്കുക. ലീക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഇത് പക്കാ ലോക്കാണെന്ന് അർത്ഥം. ഇതിന്റെ സ്പ്രിങ് പോകുക അല്ലെങ്കിൽ ഇതിന്റെ ഡയഫ്രം പോകുക ചെയ്തു അന്നേരം PAV ഇവിടെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇത് 2 കൂടി ആൾക്കാർ മാറ്റിക്കളയും. അതിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും PSD കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ PAV മാറ്റും, PSD മാറ്റും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയടിക്ക് പോയി പ്രാക്ടിക്കൽ ഒറ്റയടിക്ക് പോയി PAV മാറ്റണം. ഈ PAVക്ക് ഒരു ഹോൾ ഉണ്ടാവും. ഈ ഹോളിലൂടെ സ്ക്രൂ ഡ്രൈവർ നമുക്ക് കേൾക്കാം. തട്ട് കൊടുത്ത് സീറ്റിങ്ങിന്റെ പ്രശ്നം അത് റീസെന്റ് ആണ്. ഓക്കെ. അതുപോലെ NRV മാറ്റാന്ന് പറഞ്ഞ ചടങ്ങാണ്. NRVക്ക് ഒരു പ്രശ്നമാണ്. അപ്പൊ NRV ശരിക്കും NRV എങ്ങനെയാണ്? ഇങ്ങനെ ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്യുക. NRV ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് NRVന്റെ മുകളിൽ ഒരു ഏറോ മാർക്ക് ഉണ്ട്. ഒരിക്കലും അത് തിരിഞ്ഞ് ഫിറ്റ് ചെയ്യാൻ പാടില്ല. NRVയുടെ ഏറോ മാർക്ക് നോക്കിയിട്ട് NRVയുടെ ഏറോ മാർക്ക് എപ്പോഴും AR ഭാഗത്തേക്കാണ്. തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആവില്ല. ഓക്കെ. അപ്പോ ഈ NRVയിൽ ഇവിടെയാണ് ഇതിന്റെ എലമെന്റ്, അതിന്റെ മെക്കാനിസം ഉണ്ടാവും. നമ്മൾ NRV മാറ്റുമ്പോൾ ഈ ഫ്ലാറ്റ് അയക്കണം, ഈ ഫ്ലാറ്റ് അയക്കണം. ശരിക്കും NRVയുടെ മുകളിൽ മാറ്റണം. പക്ഷെ ഒരു 90% ഇത് ഈ എലമെന്റിന്റെ പ്രശ്നമാണ് വരിക. മേലത്തെ ഭാഗം ഇവിടെ ഒരു നട്ടുണ്ടാവും. ഈ നട്ട് അയച്ചിട്ട് ഈ എലമെന്റ് മാത്രം, അതോ എലമെന്റ് മാത്രം ചെയ്തിട്ടുണ്ടാകും. നമുക്ക് പണി എളുപ്പമാണ്. സാധനം അയക്കാനാണ്. ഇത് കഴിഞ്ഞിട്ട് സിസ്റ്റത്തിൽ ഡൗട്ട് ഉണ്ട്. മനസ്സിലായില്ല ഏകദേശം. FDS ഞാൻ പറഞ്ഞു ഒരു വണ്ടിയിൽ ബ്രേക്ക് അപ്ലൈ ആവാൻ MVP തുറന്നു. അപ്പോ നമ്മള് എങ്ങനെ ബ്രേക്ക് ആവുകയാണ്? ഗാർഡ് പിന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ ആൾക്കാർ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ BP പുറത്തേക്ക് തുറന്നു വിടുകയാണ്. FDS ചെയ്യുന്നത് പറഞ്ഞാൽ വണ്ടിയിൽ തീപിടുത്തം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ BPയിൽ നമ്മളൊരു വാള് ഇങ്ങനെ എടുത്തു ഇവിടെ ഒരു FDSന്റെ വാള് വെച്ചു, ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം നോക്കിയാൽ അതിന്റെ ഒരു വാൾവ് വെച്ചു. ഇതിൽ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻസിൽ നമ്മൾ 24 വോൾട്ട് കൊടുക്കും. FDS ആണ് ജസ്റ്റ് പറയുന്നത്. ഈ 24 വോൾട്ട് ഫുൾ ടൈം 24 വോൾട്ട് കൊടുത്ത്
മണി എന്തൊക്കെ പറഞ്ഞു FDS നമ്മൾ ഈ 24 വോൾട്ട് കൊടുക്കുമ്പോൾ BP വരുന്ന കണക്ഷൻസ് ഒരു സോളിനോട് വാൾവ് വെച്ച് നമ്മൾ അടച്ചു വിടും. ഓക്കെ, 24 വോൾട്ട് നമ്മൾ ഇതിലേക്ക് FDS വാൾവിലേക്ക് കൊടുത്തോണ്ട് ഫുൾ ടൈം എന്താ കാരണം വണ്ടിയിൽ തീപിടുത്തമാണ്. നമ്മൾ ഫസ്റ്റ് തീപിടുത്തത്തോടെ തന്നെ FDS ഒരു പാനൽ ഉണ്ട്, അത് സെൻസ് ചെയ്ത് തീപിടുത്തം അതിലൊരു സ്മോക്ക് ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്, ഹീറ്റ് ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. അത് സെൻസ് ചെയ്തിട്ട് ഈ 24 വോൾട്ടിന് അങ്ങോട്ട് കട്ട് ചെയ്തോടെ തന്നെ ഇതിനൊരു വെൻഡിങ് ഫീച്ചർ വരും. ഇതുവഴി വീട്ടിൽ തുറന്നു കൊടുക്കും. അപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്. FDS ആണെങ്കിലും അങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്. ഫിബ എയർ ബാഗ് പൊട്ടി കഴിഞ്ഞാൽ ലൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ബ്രേക്ക് ആവുന്നത്. അതും നമ്മൾ BP ഒരു വാൾവ് വെച്ചിട്ടാണ് ഫിബയും നമ്മളെ അതായത് എങ്ങനെയാണ് ഒരു ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് BP നമ്മൾ തുറന്നു. FDS ആവുമ്പോഴും ഈ 24 വോൾട്ട് കട്ട് ചെയ്യുന്നത്. ഞാൻ വേറെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ 24 വോൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീപിടുത്തം നടന്നതിനാൽ 24 വോൾട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ BP തുറന്നു. എന്തിനാ ഈ ഫുൾ ടൈം ഇതിലേക്ക് കൊടുത്തു വെച്ചിരിക്കുന്നത്? 24 വോൾട്ട് നമ്മൾ ചില വാൾവുകളുണ്ടല്ലോ, നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അത് തുറന്നിട്ടാ പോലെ. ഇത് 24 വോൾട്ട് ഫുൾ ടൈം കൊടുത്തോളൂ. തീപിടുത്തം വരുമ്പോൾ അത് കട്ട് ചെയ്യുക. അതിന് അങ്ങനെ കൊടുത്തിരിക്കുന്നത് FDS का फुल टाइम 24 वोल्ट सप्लाई है तो वो फायर आता है अपने 24 वोल्ट कनेक्शन है वो कोई ऐसा 24 വോൾട്ട് കൊടുക്കാനുള്ള വയർ കത്തിപ്പോയി ഇരിക്കുക തീപിടുത്തമാണ്. അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ് FDS വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ വയർ കത്തിപ്പോയാൽ ചെയ്യും. വയർ കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ നമുക്ക് എവിടെ തീപിടുത്തം നടന്നാലും വയർ കത്തി ചെയ്യുക, ഇതിലേക്ക് സപ്ലൈ പോലില്ല. അപ്പൊ അത് സേഫ്റ്റി സിസ്റ്റത്തിന് വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി LHP FDS വാൾവ് പിന്നെ അതുപോലെ തന്നെ എമർജൻസി ബ്രേക്ക് ആക്സിഡന്റ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് തിരിച്ചറിയാൻ വേണ്ടി FDS വാൾവിന്റെ മുകളിൽ നമുക്കൊരു വയറിന്റെ കണക്ഷൻസ് സോളിനോടൊക്കെ കാണാം. നമുക്ക് LHP വരുമ്പോൾ ഇത് ക്ലിയർ ആയിട്ടായി. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടോ?